വർത്തമാന കേരളത്തിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് ആണ് എന്ന് ഞാൻ വിചാരിക്കും. ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെപ്പറ്റി നിങ്ങൾ മോശം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവിടെ ശോഭിക്കും. എൻ്റെ എഴുത്തിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഒന്നും മിണ്ടില്ല. നന്ദി, സന്തോഷം എന്ന് പറയുന്ന ആളാണ്. എന്നെ അറിയുന്നവർക്ക് അറിയാം. നിങ്ങൾ എന്ത് തൊഴിലെടുക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ തൊഴിലെടുത്ത് ജീവിക്കുന്നോ എന്നുള്ളതാണ്. ഭാര്യയെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷപ്പാമ്പിനകത്തോട്ട് വിടുമ്പോൾ മനുഷ്യൻ അത്ര ഒന്നും സുഖമുള്ള ഏർപ്പാടല്ല. മനുഷ്യൻ ആദ്യം അവൻ്റെ വിശപ്പ്, അവൻ്റെ പ്രണയം, അവൻ്റെ കാമം എല്ലാം ആദ്യം. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തും വരുന്നുള്ളൂ. വായന പോലെ നമ്പൂരിക്കും നായർക്കും മാത്രം എഴുതിയാൽ മതിയോ? മണ്ണാൻ എഴുതണം, ചെറുമൻ എഴുതണം, എല്ലാവർക്കും എഴുതണം. പെയിൻ്റ് അടിക്കാർക്ക് എഴുതണം, കക്കൂസ് കുഴി ഒഴിക്കുന്നവൻ എഴുതണം, റോഡ് പണി പൊരി വെയിലത്ത് ദാറ് ചുമക്കുന്നവൻ അവൻ്റെ ആത്മകഥ എഴുതിയാൽ പൊളിഞ്ഞു തീരാവുന്നതേ ഉള്ളൂ. കേരളത്തിലെ എല്ലാ ആത്മകഥയും എൻ്റേതടക്കം. എന്തായിരിക്കും അവൻ്റെ അനുഭവം? നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എഴുത്തിലെ രാഷ്ട്രീയം തീർച്ചയായിട്ടും വായനക്കാരൻ ശ്രദ്ധിക്കണം. അത് ആരെഴുതിയാലും, MT അല്ല ആരും, ഏത് ലോക സാഹിത്യകാരെ എഴുതിയാലും നിങ്ങളെ മതം അടിവസ്ത്രം പോലെ നല്ലതാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അത് ഓക്കെ. പക്ഷേ എൻ്റേത് മോശമാണ്, നിങ്ങളത് മാത്രമാണ് നല്ലത് എന്ന് പറയുന്നിടത്ത് നമ്മൾ വിയോജിക്കും. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് അബ്ബാസ് എന്ന എഴുത്തുകാരനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ഭാഗമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. ഒരു 4-4.5 വർഷം മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ പുസ്തകക്കുറിപ്പുകളിലൂടെയാണ് നമ്മൾ ആദ്യം അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റീഡേഴ്സ് സർക്കിളാണെന്ന് എൻ്റെ ഓർമ്മ. അതിൽ ഗംഭീരമായ, ലളിതമായതെങ്കിലും ബലിഷ്ഠമായ ഭാഷയിൽ ഗംഭീരമായി ലോക സാഹിത്യത്തെ പേർത്തും വായിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ ഒന്ന് ഞാൻ ശ്രദ്ധയിൽ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ അതിൻ്റെ കമൻറ്റുകൾ വായിച്ചു നോക്കി. അപ്പോൾ അതിലൊരാൾ കമൻറ്റ് ഇട്ടിരുന്നു, അബ്ബാസ് ഇത്ര ഗംഭീരമായിട്ട് എഴുതിയിട്ടും പുസ്തകം ഇറക്കാത്തത് എന്താണ്? ചോദ്യമാണ്, ന്യായമാണ്. ഞാനും ആലോചിച്ചു, ഇത്ര ഗംഭീരമായി എഴുതുന്ന ഒരാൾ പുസ്തകം ഇറക്കാത്തത് എന്താണ്? അപ്പോൾ അതിൻ്റെ താഴെ മുഹമ്മദ് അബ്ബാസിൻ്റെ മറുപടി കണ്ടു, എന്നെപ്പോലെ ഒരാൾ പുസ്തകം ഇറക്കിയാൽ ആരാണ് വായിക്കുക? ഏത് പ്രസാധകരാണ് എൻ്റെ പുസ്തകം ഇറക്കുക? എനിക്കിപ്പോഴും ആ ചോദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അവിടെ നിന്ന് 4 വർഷം കൊണ്ട് ഒരുപക്ഷെ വർത്തമാന കേരളത്തിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് ആണ് എന്ന് ഞാൻ വിചാരിക്കും. ആ ഒരു വലിയ വളർച്ച ഞാൻ വിചാരിക്കുന്നത്, മനുഷ്യൻ വായനയിലും അനുഭവങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തൊരു മനുഷ്യൻ ജീവിതത്തിൽ എന്തായിത്തീരുമെന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് മുഹമ്മദ് അബ്ബാസ് എത്തി നിൽക്കുന്ന ഇടം. പ്രിയപ്പെട്ട മുഹമ്മദ് അബ്ബാസിന് തിരുവനന്തപുരത്തേക്ക്, നമ്മുടെ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം. ഞാൻ വിചാരിക്കുന്നത് ഒരു അരമണിക്കൂർ അദ്ദേഹം സംസാരിക്കുകയും ശേഷം അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി പലയിടങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ടെന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയും വർത്തമാനങ്ങൾ പറയുകയും, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ പറ്റിയേ സംസാരിക്കേണ്ട, ഏറ്റവും കാഷ്വലായി, ഏറ്റവും ലളിതമായ, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താണോ അത് നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ്. അബ്ബാസിക്ക, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അന്ന് എനിക്ക് തോന്നുന്നു 7000 പുസ്തകങ്ങളാണ് 2001 അദ്ദേഹം വായിച്ചതെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. 7000 പുസ്തകങ്ങൾ. ഇപ്പോൾ അതിനേക്കാൾ എത്രയോ ഇരട്ടി പുസ്തകങ്ങളായിരിക്കും വായിച്ചിട്ടുണ്ടാവുക. ഒരു വായനക്കാരൻ എന്ന നിലയിലെ ജീവിതത്തിൽ നിന്ന് ഒരു എഴുത്തുകാരൻ എന്ന ജീവിതത്തിലേക്ക് വലിയൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ആ ഒരു വളർച്ച എഴുത്തുകാരൻ എന്ന നിലയിൽ വായന എത്രത്തോളം അങ്ങേ സഹായിച്ചിട്ടുണ്ട്? എല്ലാവർക്കും നമസ്കാരം. എന്നെ അറിയുന്നവരാണെങ്കിലോ അല്ലെങ്കിലും ആരും മസിൽ പിടിച്ചിരിക്കേണ്ട ഒറ്റ ആവശ്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു എഴുത്തുകാരനേ അല്ല ഞാൻ. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നില്ലെങ്കിൽ ഈ പൊരിവെയിലത്ത് വീടിൻ്റെ റൂഫിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കേണ്ട മനുഷ്യനാണ് ഞാൻ. അങ്ങനെ എടുത്താൽ മതി നിങ്ങൾ എന്നെ. കുറച്ചൊക്കെ വായിക്കുന്ന, അതിലും കുറച്ച് എഴുതുന്ന വളരെ സാധാരണ മനുഷ്യൻ നിങ്ങളെയൊക്കെ പോലെ. ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ മറന്നുപോയി. വായനക്കാരൻ, ബലമുള്ളൊരു വായനക്കാരനാണ്, വളരെ ബലമുള്ള. വിദേശ സാഹിത്യവും മലയാള സാഹിത്യവും എനിക്ക് തോന്നുന്നു പിന്നെയും എത്രയോ പുസ്തകങ്ങൾ പല ഇടങ്ങളിൽ നിന്ന് വായിച്ച ഒരാളാണ്. ആ വായനയുടെ ബലം എഴുത്തുകാരൻ എന്ന നിലയിലുള്ള പരുവപ്പെടലിന് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, വായന ഇല്ലെങ്കിൽ ഞാനെന്ന എഴുത്തുകാരനെ അല്ല, എൻ്റെ 9 പുസ്തകങ്ങളും ഇല്ല. വായിക്കാതെ ഒരാൾക്കും എഴുതി മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവാം, ജന്മന കിട്ടിയ കഴിവുണ്ടാവാം എന്ന് പറയണേ, ഞാനതിൽ വിശ്വസിക്കുന്ന ആളല്ല. സരസ്വതി കടാക്ഷ ഇതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ വായന ഒരു ഘട്ടം എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതിയേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലെത്തിക്കും. ഞാനങ്ങനെ വായിച്ച് വട്ടായി, ഇനി എഴുതിയേ പറ്റൂ എന്നുള്ള അവസ്ഥയിലെത്തിയ ആളാണ്. അപ്പോൾ വായന ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന അബ്ബാസ് എന്നുള്ള എഴുത്തുകാരനില്ല. ഞാൻ വീട്ടിലിരുന്ന് വായിക്കുന്നുണ്ടാവും ഇപ്പോഴും. ഓക്കെ, വായന ഇല്ലാതെ ഒരടി മുന്നോട്ട് ആർക്കും വെക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ചിലർ വായിക്കാതെ തന്നെ പ്രതിഭ കൊണ്ട് മുന്നോട്ട് വരുന്നവരുണ്ടാവും. എൻ്റെ കാര്യത്തിൽ വായനയാണ്, സോഷ്യൽ മീഡിയ ആണ്. അവിടെ എന്നെ കമൻ്റ് ഇട്ടവരും പൊങ്കാലയിട്ടവരും സ്നേഹിച്ചവരും തന്തയ്ക്ക് വിളിച്ചവരും ഒക്കെയാണ് എന്നെ വളർത്തിയത്. ഇപ്പോഴും കിട്ടാറുണ്ട്, ഇഷ്ടംപോലെ സ്നേഹം കിട്ടാറുണ്ട്, വെറുപ്പ് കിട്ടും. ഇതൊക്കെ നമ്മൾ ഒരേപോലെ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നത് ഞാനൊരു വായനക്കാരനായതുകൊണ്ടാണ്.
എഴുത്തുകാരനാണെങ്കിൽ ഞാൻ അപ്പോൾ ശോഭിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടേ. എൻ്റെ എഴുത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ബാധിക്കില്ല. വായനയെപ്പറ്റി പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെപ്പറ്റി നിങ്ങൾ മോശം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അവിടെ ശോഭിക്കും. എൻ്റെ എഴുത്തിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഒന്നും മിണ്ടില്ല. നന്ദി, സന്തോഷം എന്ന് പറയുന്ന ആളാണ്. എന്നെ അറിയുന്നവർക്ക് അറിയാതെ. ശരി. ഈ പെയിൻറ് പണിക്കാരൻ്റെ ലോകസഞ്ചാരങ്ങൾ എന്നുള്ളതായിരുന്നു അബ്ബാസിക്കാട് ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര്. ഇപ്പോഴും 9 പുസ്തകങ്ങൾ ഇറക്കി ഏറ്റവും ഗംഭീരമായ പുസ്തകങ്ങൾ വിറ്റുപോകുന്ന ഒരു കാലത്തും ഇന്നലെ 3 മണിക്ക് പെയിൻറ് പണി നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടിപ്പറിച്ചാണ് അദ്ദേഹം ഓട്ടോയിൽ കയറി തീവണ്ടി ആഫീസിലെത്തിയത്. ഇത്രയും പുസ്തകങ്ങൾ എഴുതിയിട്ടും നിരന്തരം മുന്നോട്ട് പോയിട്ടും പെയിൻറ് പണിക്കാരൻ എന്ന ഐഡൻറ്റിറ്റി മുറുകെ പിടിക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ആ തൊഴിലുമായി ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റി ഏറ്റവും എല്ലാ അഭിമാനത്തോടു കൂടിയും അത് ചേർത്ത് പിടിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, തൊഴിലിനേക്കാൾ വലിയ മഹാത്മ്യമുള്ള ഒന്നുമില്ല. നിങ്ങൾ എന്ത് തൊഴിലെടുക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ തൊഴിലെടുത്ത് ജീവിക്കുന്നോ എന്നുള്ളതാണ്. അപ്പരപ്പന്മാർ സമ്പാദിച്ച് വെച്ചത് ചുമ്മാ ഇരുന്ന് ഭക്ഷിച്ച് വിസർജിച്ച് ഭരത്ചന്ദ്ര സ്റ്റൈലിൽ മൃഷ്ടാന്നം ഭക്ഷിച്ച് ബാക്കി ഞാൻ പറയണ്ടല്ലോ. അതിനും സിമ്പിൾ എന്താണെന്ന് പറയുക, നിങ്ങൾക്ക് കഴിയുന്ന ജോലി എടുത്ത് ജീവിക്കുക. അത് എന്ത് ജോലി എന്നുള്ളതല്ല. എൻ്റെ പരിചയത്തിൽ എന്നെ ഭാഷ പഠിപ്പിച്ച സെക്സ് വർക്കേഴ്സ് ഉണ്ട്, ഒരുപാട് മനുഷ്യരുണ്ട്, എന്തൊക്കെയോ തരം ജോലികൾ ചെയ്യുന്നവർ. അടിസ്ഥാനപരമായി ഞാനൊരു പെയിൻ്റ് അടിക്കാരനാണ്. അതുകൊണ്ടാണ് ഞാൻ കഞ്ഞി കുടിച്ചു പോകേണ്ടത്. എന്നുവെച്ചാൽ എൻ്റെ മക്കളും ഞാൻ ജീവിച്ചു പോകുന്നത് എഴുത്തുകൊണ്ടല്ല. എന്നെങ്കിലും നിങ്ങളെയൊക്കെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എഴുത്ത് കൊണ്ട് ജീവിക്കാൻ പറ്റിയാൽ അപ്പോഴും ഞാൻ ആദ്യം പെയിൻ്റ് അടിക്കാരനാണ്, പിന്നെ എഴുത്തുകാരനാവുന്നുള്ളൂ. തൊഴിലിൻ്റെ മഹാത്മ്യം വലുതാണ്. അധ്വാനിക്കുന്നതിനോടുള്ള ഐക്യപ്പെടൽ എൻ്റെ ഉള്ളിലുള്ളതാണ്. അത് വിട്ടുപോയില്ല ഒരിക്കലും. ഈ ശശിധരൻ മാഷ് MD ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, എഴുതാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്, പിന്നെയും ഇങ്ങനെ എഴുതാൻ പ്രേരിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ MD പറയുന്ന മറുപടി, ആളുകളുടെ സ്നേഹമാണ്. ആളുകളുടെ സ്നേഹം ഇങ്ങനെ നിരന്തരം കിട്ടുന്നതാണ് എന്നെ ചിലപ്പോഴെങ്കിലും എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും സ്നേഹം KLF-ൻ്റെയൊക്കെ വേദിയിൽ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് ആളുകൾ അബ്ബാസിക്കായെ സ്നേഹിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. ഇത്രയും ആളുകളുടെ സ്നേഹം എന്ത് ചെയ്യുന്നു? ഇത്രയും ആളുകളുടെ സ്നേഹം കിട്ടുന്നത് എന്താണ് ചെയ്യുന്നത്? ആ സ്നേഹം എന്ത് ചെയ്യാണ്? സ്നേഹം എന്ത് ചെയ്യാന്ന് ചോദിക്കാൻ നോക്കുന്നത്, എനിക്ക് തിരിച്ചു കൊടുക്കാമല്ലോ. അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കുന്ന മനുഷ്യനാണ് ഞാൻ. കാണുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഓരോ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ, അവിടെ ജാതി, മതം, ലിംഗം, ജാതി ഒന്നും വിഷയമല്ല. മനുഷ്യൻ എന്നുള്ള ഒറ്റ പരിപ്രേക്ഷ്യം അവരെ ചേർത്ത് പിടിക്കാൻ, അതിനും വലിയ സ്നേഹമൊന്നുമില്ലല്ലോ. ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനും വലിയ പ്രകടനമല്ല. സ്നേഹം വേറെ ഒന്നുമില്ല. അച്ഛൻ മകനെ ചേർത്ത് പിടിക്കും പോലെ, ഏട്ടൻ അനിയനെ ചേർത്ത് പിടിക്കും പോലെ, സുഹൃത്തിനെ ചേർത്ത് പിടിക്കും പോലെ, എഴുത്തുകാരൻ വായനക്കാരനെ ചേർത്ത് പിടിക്കുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അത് വല്ലാത്ത മൊമെൻ്റ്. എല്ലാ എഴുത്തുകാരും അതിന് തയ്യാറായാൽ എഴുത്തുകാരുടെ സിംഹാസനങ്ങൾ പൊളിഞ്ഞു വീഴും. അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള ധാരണ നമ്മൾ വായനക്കാർക്ക് മാറിക്കിട്ടുകയും ചെയ്യും. ഞാൻ എന്തായാലും സിംഹാസനത്തിൽ ഇരിക്കുന്ന എഴുത്തുകാരനല്ല ഇപ്പോഴും. ഇനി നിങ്ങൾ അനുഗ്രഹത്താൽ ഭാവിയിൽ വലുതെന്തെങ്കിലും എഴുതിയാൽ പോലും ഞാൻ നിങ്ങളെ കൂടെയായിരിക്കും. അടിസ്ഥാനപരമായി ഞാൻ വായനക്കാരനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് ആ സ്നേഹം തിരിച്ചു തരാനുള്ളത്. എന്നെക്കൊണ്ട് കഴിയുമ്പോൾ എഴുതിക്കൊണ്ട് ഞാനത് തിരിച്ചു തരും. അല്ലാതെ മറ്റൊന്നും തരാനില്ല. കിട്ടുന്ന റോയൽറ്റി ഞാൻ എടുക്കുമല്ലോ, അത് നിങ്ങൾക്ക് തരില്ലല്ലോ. ഓക്കെ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അബ്ബാസിക്കാടെ അനുഭവക്കുറിപ്പുകളിലോ പുസ്തകങ്ങളിലോ നോവലുകളിലോ വർത്തമാനങ്ങളിലോ കടന്നു വരുന്നത് ഏതുതരം മനുഷ്യരാണ് എന്ന് നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്. ഏതുതരം മനുഷ്യരാണ് നിരന്തരം പ്രത്യക്ഷപ്പെടുന്നത്? ഒരുപക്ഷെ അതോ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് എന്നോ മായ്ച്ചു കളഞ്ഞ് ഒരിടത്തും ശബ്ദം കേൾപ്പിക്കാനാകാത്ത ഏറ്റവും നിസ്വരരായ, ഒരു തരത്തിലും അടയാളപ്പെടുത്താതെ ചരിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകുമായിരുന്ന എത്രയോ മനുഷ്യരുടെ ജാഥയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ഈ മനുഷ്യനെന്നത് അത്ര സുഖകരമായ ഏർപ്പാടല്ല എന്നൊരു പുസ്തകത്തിൻ്റെ പേര് ഉണ്ട്. മനുഷ്യനെന്നത് അത്ര സുഖകരമായ ഏർപ്പാടാണോ ശരിക്കും? അല്ല, പലപ്പോഴും മനുഷ്യൻ എന്നത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല, പലപ്പോഴും. നോക്കൂ, നിങ്ങൾ ഭക്ഷണം മോഷ്ടിച്ച കുറ്റത്തിന് മധുവിനെ തല്ലിക്കൊല്ലുമ്പോൾ മനുഷ്യൻ സുഖമുള്ള ഏർപ്പാടല്ല, അല്ലേ? ഭാര്യയെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷപ്പാമ്പിനകത്തോട്ട് വിടുമ്പോൾ മനുഷ്യൻ അത്ര ഒന്നും സുഖമുള്ള ഏർപ്പാടല്ല. അതിനേക്കാളേറെ നിങ്ങൾ ഗുജറാത്തിൽ തൃശ്ശൂലം കൊണ്ട് അന്യൻ്റെ വയറ്റിലേക്ക് കുത്തിക്കയറ്റുമ്പോൾ മനുഷ്യൻ സുഖമുള്ള ഏർപ്പാടേ അല്ല. മണിപ്പൂരിൽ 2 പെൺകുട്ടികളെ നഗ്നയാക്കി ഓട്ടുമ്പോൾ മനുഷ്യനെ ഇല്ല അവിടെ, പിന്നല്ലേ മനുഷ്യത്വം. അതുകൊണ്ടുകൂടിയാണ് ഈ പറയേണ്ടി വരുന്നത്, മനുഷ്യന് എത്ര സുഖമുള്ളൊരു ഏർപ്പാടല്ല. എൻ്റെ ഏറ്റവും നല്ല കുറിപ്പുകളുള്ളത് ആ പുസ്തകത്തിലാണ്. അത് വല്ലാതെ വായിക്കപ്പെട്ടിട്ടില്ല. പേപ്പർ പബ്ലിക്കാണ് പ്രസാധകർ, അവരോടെ ഉണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് പറയാൻ പെട്ടെന്ന് ഓർത്തുപോയി. ഏറ്റവും നല്ല കുറിപ്പുകൾ, എൻ്റെ ഉപ്പാനെ പറ്റി ഞാൻ എഴുതി കുറിപ്പുകളൊക്കെ ആ പുസ്തകത്തിലുള്ളത്. 4ാം പതിപ്പിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റു മാതൃഭൂമി DC ഒക്കെ ചെയ്ത പോലെ വല്ലാതെ അങ്ങ് മുന്നോട്ട് പോയിട്ടില്ല, ചെറിയ പ്രസാധകരായതുകൊണ്ട്. മനുഷ്യൻ പലപ്പോഴും സുഖമുള്ള ഒരു ഏർപ്പാടല്ല. അത് നിങ്ങൾക്കും ബോധ്യം ഉണ്ടാവും. നിങ്ങൾ ഉള്ളിലൊന്ന് കണ്ണടിച്ച് ആലോചിച്ചാൽ മതി. നിങ്ങളെ വേദനിപ്പിച്ച, വല്ലാതെ മുറിവേൽപ്പിച്ച മനുഷ്യർ അത്ര സുഖമുള്ള കാര്യമാണോ? അല്ല. എല്ലാ മനുഷ്യരും അല്ല, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അല്ല, പലപ്പോഴും മനുഷ്യൻ അത്ര ഒന്നും സുഖമുള്ള ഏർപ്പാടല്ല. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എനിക്കത് എപ്പോഴും തോന്നാറുണ്ട്. സന്തോഷം. മുഹമ്മദ് അബ്ബാസ് എന്ന എഴുത്തുകാരൻ്റെ ഭാഷ അതിശക്തമാവുകയും നമ്മളെ എല്ലാ അർത്ഥത്തിലും മുറിപ്പെടുത്തുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിലാണ് എന്ന് നമുക്കറിയാം.
ഉമ്മയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്, ഉപ്പയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. നമ്മൾ എത്രയോ മനുഷ്യരെ പറ്റി, ലൈംഗിക തൊഴിലാളികൾ, കൂടെ പണിയെടുത്ത ആളുകൾ, ഭ്രാന്താശുപത്രിയിൽ ജീവിച്ചതിൻ്റെ അനുഭവങ്ങൾ. അദ്ദേഹം ആൾക്കൂട്ടം വായിക്കുന്നത് വിജയ എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഒരു ഭ്രാന്താശുപത്രിയിലെ കിടക്കയിൽ കിടന്നാണെന്ന് നമ്മൾ വായിക്കുന്നു. ഈ മാർക്കേസ് പറയുന്നുണ്ട്, ഓർമ്മയുടെ ജീവിയാണ് മനുഷ്യൻ, നമ്മൾ ഓർക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് അബ്ബാസ് എങ്ങനെയാണ് എഴുത്തുകാരൻ എന്ന നിലയിലല്ല, മനുഷ്യൻ എന്ന നിലയിൽ ഈ ഓർമ്മകളെ ഖനനം ചെയ്തെടുക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് ഈ ഓർമ്മകളെ അനുഭവപ്പെടുന്നത്, എങ്ങനെയാണ് ഓർമ്മകളെ ഉപയോഗിക്കുന്നത്? നോക്കൂ, ഓർമ്മകളാണ് ഓരോ മനുഷ്യൻ്റെയും സമ്പാദ്യം. 5 വയസ്സായ കുട്ടിക്ക് അതുവരെയുള്ള ഓർമ്മ, 60കാരന് അതുവരെയുള്ള ഒരു ഓർമ്മ, ഒരു സാഹിത്യകാരന് അദ്ദേഹത്തിൻ്റെതായ ഓർമ്മ, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെതായ ഓർമ്മ. ഈ ഓർമ്മ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. തലച്ചോറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്താ സംഭവിക്കാതെ. ഓർമ്മ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന, സഹജീവികളെ കാണാനും തിരികെ ഓർക്കാനും വീണ്ടും വീണ്ടും സ്നേഹിക്കാനും പ്രേരിപ്പിക്കുന്ന തലച്ചോറിൻ്റെ ഉള്ളിലെ വല്ലാത്തൊരു മേജിക്കാണ് ഈ ഓർമ്മകൾ. അതില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ എഴുത്തിൽ ഓർമ്മകൾ കടന്നു വരും. എല്ലാ എഴുത്തിലും ഫിക്ഷൻ ആയാലും അതിൽ അവരെ ഓർമ്മകളുണ്ടാവും. നിറം മാറിയിട്ടുണ്ടാവാം, വസ്ത്രമൊക്കെ ഒന്ന് മാറ്റി അലങ്കാരം അണിയിച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് അവരുടെ അനുഭവങ്ങളാണ്, അവരെ ഓർമ്മകളാണ്. അല്ലാതെ ഓർമ്മയെപ്പറ്റി ദാർശനികമായിട്ടൊന്നും പറയാൻ പറ്റിയ ആളെ അല്ല ഞാൻ ഓർക്കുന്നു. ഇന്നിപ്പോൾ കണ്ട ഈ സദസ്സിൽ ഈ കാണുന്ന എല്ലാ മുഖവും ഞാൻ നാളെ ഓർക്കും. എനിക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും, ഞാൻ എഴുതുകയും ചെയ്യും. എൻ്റെ ഓർമ്മകൾ അങ്ങനെ വർക്കൗട്ടാവുക. ഞാൻ നിങ്ങളെ കണ്ണിൽ വെളിച്ചം കാണുന്ന, ആ വെളിച്ചം കാണുന്ന മനുഷ്യരെ ഞാൻ ഓർത്തു വയ്ക്കും. കണ്ണിൽ വിഷാദം കാണുന്ന മനുഷ്യരെ ഞാൻ ഓർത്തു വയ്ക്കും. പുഞ്ചിരിയുള്ളവരെ ഓർത്തു വയ്ക്കും. കാണുന്ന എല്ലാ മനുഷ്യരെയും ഓർത്തു വയ്ക്കും. അപ്പോഴേ നമ്മൾ മനുഷ്യരാവുന്നുള്ളൂ. മനുഷ്യരെ ഓർക്കാതെ ഒരട്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ ജന്തു സ്നേഹം കാണിച്ചിട്ടോ വലിയ വലിയ ദർശനങ്ങൾ പറഞ്ഞു, മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോൾ ജന്തുക്കൾക്ക് ഭക്ഷണം കൊടുത്ത് പുണ്യം നേടുന്നവരും മാധ്യമസ്ഥ നേടുന്നവരൊക്കെ കണ്ടില്ല നിങ്ങൾ? നമ്മൾ ആ കൂട്ടത്തിൽ പെടില്ല. മനുഷ്യൻ ആദ്യം, അവൻ്റെ വിശപ്പ്, അവൻ്റെ പ്രണയം, അവൻ്റെ കാമം എല്ലാം ആദ്യം. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തും വരുന്നുള്ളൂ. വായന പോലും എൻ്റെ മുമ്പിൽ മനുഷ്യനാണ് ആദ്യം. ഞാനെന്ന മനുഷ്യൻ അനുഭവിച്ച കുറേ അനുഭവങ്ങളുണ്ട്, ഇനിയും എഴുതിയാൽ തീരാത്തത്ര. ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യർക്കും എഴുതാനുണ്ടാവും അവരുടെ ജീവിതങ്ങളും അനുഭവം. നിങ്ങൾക്കും എഴുതാൻ കഴിയട്ടെ എന്നുള്ള ആശംസയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സന്തോഷം. എനിക്ക് തോന്നുന്നു പട്ടിണിയെപ്പറ്റിയും വിശപ്പിനെ പറ്റിയും മുഹമ്മദ് അബ്ബാസിനെ പോലെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ മലയാളത്തിൽ എൻ്റെ ഓർമ്മയിൽ ആരും എഴുതിയിട്ടില്ല. കക്കൂസിൽ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്ന ആഹാരം, എനിക്ക് കുഞ്ഞു മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരുമിച്ച് കക്കൂസിൻ്റെ വാതിലടച്ചിട്ട് അത് കഴിക്കുന്നതിൻ്റെ ഒരു ചിത്രം ഞാൻ വായിച്ചത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ വിശപ്പ് എന്നുള്ള പ്രമേയം ഒരുപക്ഷെ പുതിയ കാലത്തെ എഴുത്തുകാരും തൊടാത്ത പ്രമേയമാണ്. പ്രണയത്തെപ്പറ്റി, രതിയെപ്പറ്റി, രാഷ്ട്രീയമൊക്കെ പറയുന്നവർ വിശപ്പിനെ പറ്റി പറയാറേ ഇല്ല. വിശപ്പ് മലയാളിയുടെ സാമൂഹിക ജീവിതത്തിലൊരു പ്രധാന അനുഭവം അല്ലാതായ ഒരു കാലത്തിലാണ്. എങ്ങനെയാണ് വിശപ്പ് എന്നുള്ള അനുഭവത്തെ മുഹമ്മദ് അബ്ബാസ് എന്ന എഴുത്തുകാരൻ ഓർക്കുന്നത്? നോക്കൂ, വിശപ്പ് ഒരു അനുഭവം മാത്രമല്ല, അതിൻ്റെ പിന്നീട് കൃത്യമായ രാഷ്ട്രീയമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല? കുറച്ച് പേർക്ക് സുഭിക്ഷമായിട്ട് വേസ്റ്റാക്കി കളയാൻ ഭക്ഷണം കിട്ടുന്നു, കത്തിച്ച് കളയാൻ സന്തോഷിച്ചിക്കാനും ബിരിയാണിയിൽ എഴുതിയ പോലെ എന്തുകൊണ്ട് നമുക്ക് അസുബധരി കുഴിച്ചിടാൻ ചിലർക്ക് ഒട്ടുമേ ഭക്ഷണം കിട്ടാതെയാവുന്നു. കേരളത്തിൽ നിന്ന് പട്ടിണി അങ്ങനെ മാറിപ്പോയി കരുതുന്ന ആളല്ല ഞാൻ. ദരിദ്രമുണ്ട് എൻ്റെ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും 2 നേരം ഭക്ഷണം കൊണ്ട് ജീവിക്കുന്ന സാധാരണ കൂലിപ്പണിക്കാരുണ്ട്. വിശപ്പ് എന്നുള്ള പ്രേരണയുണ്ടല്ലോ. ഈ വിശന്നിരിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ സാഹിത്യമോ ലോക മഹാത്ഭുതമോ ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തെ തന്നെ പിടിച്ച് മുമ്പിൽ കൊണ്ട് നിർത്തിയാൽ അവൾക്ക് അതൊന്നും വിഷയമല്ല. അപ്പോൾ ഭക്ഷണം കിട്ടണം. വിശക്കുന്നതിൻ്റെ മുമ്പിൽ ആരൊക്കെ ഭക്ഷണമാവുന്നോ അവരാണ് ദൈവം. വസ്ത്രമില്ലാത്തവൻ ആരൊക്കെ വസ്ത്രമാവുന്നോ അവരാണ് ദൈവം. അത്തരം മതങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പോൾ വിശപ്പിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭക്ഷണം കിട്ടുന്നില്ല? മറ്റുള്ളവർ ഒരു ഭാഗത്ത് ഭക്ഷണം കുഴിച്ചു മൂടുന്നു. നമ്മൾ കേരളത്തിലായിരിക്കാം താരതമ്യേന പട്ടിണി കുറവെന്നൊക്കെ നമ്മൾ പറയുന്നത്. ഞാൻ അടുത്ത് തിരുവണ്ണാമല പോയപ്പോൾ കണ്ടു വിശക്കുന്ന മനുഷ്യരെ, കൈനീട്ടുന്ന മനുഷ്യരെ, ഹോട്ടലിൽ എച്ചിലെടുത്ത് കഴിക്കുന്ന മനുഷ്യരെ. അപ്പോൾ ഞാൻ എന്നെ അതിൽ കാണുന്നു. ഞാൻ എച്ചിൽ കഴിച്ചിട്ടുണ്ട് കോഴിക്കോട്. പറയാൻ നമുക്കൊരു ലജ്ജയില്ല. വിശപ്പാണ്. വിശന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ കാമം പോലും ഇല്ല. നിങ്ങളെ വിശപ്പ് മാറിയിട്ടേ നിങ്ങൾക്ക് പ്രണയവും മറ്റെന്തും വരും. സാഹിത്യമൊക്കെ അവസാനേ വരും. ഒരു പല്ലുവേദന വന്നാൽ പോലും നമുക്ക് വായിക്കാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്ക് പറ്റുമോ അറിയില്ല. എൻ്റെ ഭാര്യക്കോ മക്കൾക്കോ അസുഖം വന്നാൽ ഞാൻ സാഹിത്യം വായിക്കില്ല. ഞാൻ അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോയി അത് ഭേദമായിട്ട് ഞാൻ നോക്കുള്ളൂ. എനിക്കും നല്ലൊരു മൈഗ്രെയിൻ വന്നാൽ എന്നെ കൊണ്ട് വായിക്കാൻ പറ്റില്ല. വായനയൊക്കെ നമ്മൾ അവസാനത്തെ പ്രയോറിറ്റിയാണ്. ആദ്യം നിങ്ങളെ സഹജീവികൾ, അവർക്ക് എന്തുകൊണ്ട് വിശക്കുന്നു, അവർക്ക് ഭക്ഷണമുണ്ടോ, വസ്ത്രമുണ്ടോ, പാർപ്പിടമുണ്ടോ, ഈ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ സാഹിത്യം ഒന്നും കൂടി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മോശമെന്നല്ല പറയും, ഒന്നും കൂടി മനുഷ്യത്വപരമായ സാഹിത്യം ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ കേരളത്തിൽ നമുക്ക് ദാരിദ്ര്യം കുറവാണ്. ഭരണകർത്താക്കളാവട്ടെ എന്തുകൊണ്ടാണെങ്കിലും ഇപ്പോൾ റേഷൻ സമ്പ്രദായം ഇതൊക്കെ പറയാതെ പോകാൻ പറ്റില്ല. ഞാൻ എന്താ സാധാരണ ഞാൻ റേഷൻ വാങ്ങുന്ന ആളാണ്. ഒക്കെ വരുന്നുണ്ടിട്ട് വേറെ വെച്ചിട്ട് റേഷൻ വാങ്ങുന്ന ആളാണ്. ഭാഗ്യവശാൽ കേരളത്തിൽ ഇത്തിരി പട്ടിണി കുറവാണ് എന്ന് കരുതി ഇന്ത്യയാകെ ലോകമാകെ സമ്പന്നാണെന്ന് ആരും ധരിക്കേണ്ട. നമ്മളെ തൊട്ടടുത്ത് വീട്ടിൽ തന്നെ ഉണ്ടാവും. ആ കൊറോണ സമയത്തൊക്കെ നമ്മൾ കണ്ടല്ലോ പട്ടിണി കിടക്കുന്നവരെ. ഇപ്പോൾ വിശപ്പ് എന്നുള്ള പ്രേരണ, അതിൻ്റെ മുമ്പിൽ മറ്റൊന്നുമില്ല, ഭക്ഷണേ ഉള്ളൂ.
അപ്പോൾ വിശപ്പ് തൊടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. ഈ ഒറ്റ സാധനം നമ്മൾ മതി എന്ന് പറയുള്ളൂ. ഭക്ഷണം വയറ് നിറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഈ ഒരു സാധനമേ ഉള്ളൂ. കാശ് എത്ര കിട്ടിയാലും പോരാന്നാണ് തോന്നുക. ഭക്ഷണം വയറ് നിറഞ്ഞാൽ മതി എന്ന് തോന്നും. കാമവും നമ്മൾ പോരാന്ന് പറയുന്ന ആളുകൾ. പക്ഷേ ഭക്ഷണം നിങ്ങൾ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മതി. പക്ഷേ ആ മതി എന്ന് പറയാൻ എല്ലാവർക്കും ഭക്ഷണം കിട്ടണം. അങ്ങനത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാവട്ടെ. അതിന് ആർക്കൊക്കെ എന്തൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമോ അതൊക്കെ പ്രവർത്തിക്കുക. അതിനും വലിയ ദൈവപ്രവൃത്തിയും മതപ്രവൃത്തിയൊന്നുമില്ല. ഇതേ ഉള്ളൂ ആദ്യത. ഇതേ കവച്ചു വയ്ക്കാനാണ് ബാക്കി ഉടായ്പകളൊക്കെ ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരുപക്ഷെ ഖസാക്കിനെ പറ്റി ഏറ്റവും ആഴങ്ങളിൽ നിന്ന് എഴുതിയ ആളാണ് അബ്ബാസിക്ക. ഖസാക്ക് മാത്രമല്ല, പൂർവ്വസൂരികൾ എഴുതിയ ഏറ്റവും മികച്ച ക്ലാസിക് ഗ്രന്ഥങ്ങളെയെല്ലാം അതിൻ്റെ ഏറ്റവും സമഗ്രതയിൽ വായിച്ചിട്ടുള്ള ഒരാളാണ്. വർത്തമാന ജീവിതത്തിൽ അങ്ങ് വായിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ ഒരുമിച്ച് വായിക്കുന്ന ഒരാളായിരിക്കും. ഞാൻ ഒടുക്ക സംസാരിച്ചപ്പോൾ സുസ്മേശ്വരത്തിൻ്റെ പുതിയ പുസ്തകം, വലിയ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്തെ എഴുത്തുകാരിൽ അത്ഭുതത്തോടെ വായിക്കുകയും അത്ഭുതത്തോടെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരും പുസ്തകങ്ങളും ഏതൊക്കെയാണ്? ഇപ്പോൾ അടുത്ത കാലത്താണെങ്കിൽ നോക്കൂ, കഴിഞ്ഞ വർഷം കഥകൾ എഴുതിയതിൽ ജിൻസ ഗംഗ എന്നുള്ള കുട്ടിയെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കുട്ടിയിൽ തന്നെ പറയും, ചെറിയ കുട്ടിയെ. ഓട അവരുടെ കഥാസമാഹാരം 6 മാസം കൊണ്ട് 6 പതിപ്പിലെത്തി എന്നുള്ളതല്ല. അതിൽ ഉപ്പ്, ഓട, വിസരിച്ച ഏത് കഥയാവട്ടെ ഇന്ന് മലയാളത്തിൽ എഴുതുന്ന ഏത് എഴുത്തുകാരനെ കവച്ചു വെക്കുന്ന എഴുത്താണ് ആ കുട്ടിയുടേത്. അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. 35 വർഷമായിട്ട് വായിക്കുന്ന ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ കുട്ടിയിൽ ഭയങ്കര ഭാവി ഞാൻ കാണുന്നുണ്ട്. മീരേച്ചിനെക്കളാറ് മാധവിക്കുട്ടിൻ്റെ ഒപ്പം എത്താവുന്ന വളരെ റേഞ്ചുള്ളൊരു എഴുത്തുകാരി. എപ്പോഴും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയും ഫേസ്ബുക്കിൽ അവർ എന്ത് പോസ്റ്റുകൾ നിന്നായാൽ പോയി സ്നേഹം പറയും ചെയ്യുന്ന ഒരുപാട് ജീവിതാനുഭവങ്ങൾ കടന്നു വന്ന് ശക്തമായൊരു ഭാഷയുണ്ട്. അപ്പോൾ ജിൻസ ഗംഗ നല്ല പ്രതീക്ഷയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ പലരും കൊട്ടിഘോഷിച്ച പല നോവലുകളും ഇറങ്ങി. എന്നോട് ചോദിച്ചാൽ ട്രൂ കോപ്പി വെബ്സിൽ വന്ന അരുൺ പ്രസാദിൻ്റെ 3 AM എന്നുള്ള നോവലുണ്ട്. വളരെ ചുരുക്കം പേര് ഇത് വായിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ചെറിയ പ്രസാധകർ, നമ്മളിലേക്ക് എത്തിയിട്ടില്ല. DC മാധുർമി ഒന്നും അല്ല പ്രസാധകർ. നമ്മളിലേക്ക് എത്തണമെങ്കിലും വമ്പൻ പ്രസാധകർ വേണം, അതുകൂടി പറയാം. അപ്പോൾ 3 AM ആഖ്യാനം എന്ന് പറഞ്ഞാൽ ഗംഭീര ആഖ്യാനം, മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ആഖ്യാനം. അതുപോലെ സന്ധ്യാമേരിയുടെ മരിയ വെറും മരിയ. ഇപ്പോൾ ഈ തള്ളി മറിക്കുന്ന നോവലൊക്കെ മാറ്റി വെക്കുക തന്നെ വേണ്ടി വരും അവരുടെ നോവലിൻ്റെ മുമ്പിൽ. ഞാനത് വായിച്ചിട്ടുണ്ട്, വായിച്ച് മനസ്സിലായത് കൊണ്ട് പറയാൻ. ഒരു പ്രത്യേക തരം ആഖ്യാനം, ഇതുവരെ മലയാളം കാണാത്ത ആഖ്യാനാണ് ഈ 3 പേരുടേതും. ഈ 3 പേരിലും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അവർ ഭാവിയിൽ നമുക്ക് ജ്ഞാനപീഠം വരെ നേടിത്തരാൻ കഴിയുന്ന എഴുത്തുകാരാണ് ഈ 3 പേരും. അങ്ങനെ സംഭവിക്കട്ടെ. അവർ എന്ത് എഴുതുന്നോ അത് വായിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. പറ്റുമെങ്കിൽ നിങ്ങളും അവരെ വായിക്കണമെന്ന് എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ. വായന നിങ്ങളുടെ ചോയ്സാണ്, എൻ്റെ ചോയ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് പറ്റാതെ പോകാം. എനിക്ക് ബീഫ് ഇഷ്ടമല്ല എന്ന് കരുതി നിങ്ങൾ ബീഫ് കഴിക്കരുത് എന്ന് പറയുന്ന ആ പരിപാടി ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വായിക്കുക. എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഈ വർഷം 2024 ജിൻസ ഗംഗയാണ് മലയാളത്തിലെ താരം, വേറെ ആരും അല്ല. നിങ്ങൾ വേറെ ആരൊക്കെ പൊക്കിക്കൊണ്ടുവന്നാലും ശരി, അതൊക്കെ മെല്ലെ അങ്ങ് പോകും. ഈ കുട്ടി എഴുതി മുന്നോട്ട് വരും. അത്രയ്ക്ക് ടാലൻ്റാണ് ആ കുട്ടി. നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് കഥ എഴുതാൻ വേണ്ടിയിട്ട്. ഇത്രേ പറയാനുള്ളൂ. ഇനി വലിയ എഴുത്തുകാരെ പറഞ്ഞ് നമ്മളെ സമയം കളയണ്ടല്ലോ വെറുതെ. നമുക്ക് ചുറ്റുമുള്ള വളരെ നന്നായിട്ട് എഴുതുന്ന കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഉഷാറായി എഴുതട്ടെന്നവർ ഗംഭീരാവട്ടെ. മലയാള സാഹിത്യം മുന്നോട്ട് പോട്ടെ. ശരി. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിലാണ് മുഹമ്മദ് അബ്ബാസിൻ്റെ ആദ്യത്തെ ഏറ്റവും മികച്ച രചനകളെല്ലാം നമ്മൾ വായിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നന്നായി എഴുതുന്ന ഒരുപാട് ആളുകൾ, കവിതയും കുറിപ്പുകളൊക്കെ നന്നായി എഴുതുന്ന ആളുകൾ ഒരുപാടുണ്ട്. എസ് ജോസഫ് അടക്കമുള്ള ആളുകൾ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം, സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആളുകളെ വളരെ പുച്ഛത്തോടെയാണ്, കവിതയൊക്കെ എഴുതുന്ന ആളുകളെ മീഡിയോക്കേഴ്സായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതേസമയം അബ്ബാസിക്ക സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന എല്ലാ എഴുത്തുകാരെയും വായിക്കുകയും അവർക്ക് എല്ലാത്തരം സ്നേഹങ്ങളും, അവരുടെ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനമാകട്ടെ, കമൻറ്റുകളാകട്ടെ, വായനാക്കുറിപ്പുകളാകട്ടെ, അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവർ ഒരു 2ാം തരക്കാരാണെന്ന പൊതുബോധം എങ്ങനെയാണ് നമുക്ക് മാറ്റിമറിക്കാനാവുക? നമ്മുടെ എഴുത്ത് കൊണ്ട് തന്നെ മാറ്റിമറിക്കുക. അതിൻ്റെ ഉദാഹരണമല്ല, ജിൻസ ഗംഗയൊക്കെ ആദ്യം ഇതിലാണ് എഴുതി വന്നത്. അരുൺ പ്രസാദും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ്. സന്ധ്യാമേരി കുറച്ച് പറയാനുള്ള ആളാണ്, എന്തോ അവർ ഉപയോഗിക്കുന്നില്ല സോഷ്യൽ മീഡിയ. ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഈ ഓടയുടെ അയ്യരുകളി അറിയില്ലുകൊണ്ടത് VR സുധീഷ് മാഷ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം അപ്ഡേറ്റഡ് ആയിരിക്കില്ല. നമ്മളെപ്പോഴും പുതിയ സാങ്കേതിക വിദ്യയുടെ എഴുത്തുകാരും അപ്ഡേറ്റ് ആയിരിക്കുക. വായനക്കാരെന്നുള്ള നിലക്ക് നമ്മൾ പുതിയ പുസ്തകങ്ങളും എഴുത്തുകാരും പരിചയപ്പെടേണ്ടത്. ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അബ്ബാസ് ആഘോഷിക്കപ്പെട്ടിരുന്നു എന്ന് കരുതി നാളെ എനിക്ക് വേദി കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളെഴുതിയാൽ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എൻ്റെ എഴുത്തിൻ്റെ കാലം കഴിഞ്ഞു, ആളുകൾ എന്നെ ചവറ്റുകുട്ടയിലിട്ട് ഇട്ടു, അത് അക്സെപ്റ്റ് ചെയ്യുക. VR സുധീസ് ആയാലും അബ്ബാസ് ആയാലും മീരേച്ചി ആയാലും ബെന്യാമിൻ ആരായാലും സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താവുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് എല്ലാ എഴുത്തുകാരും എല്ലാ മേഖലയിലും ചെയ്താൽ തീരാവുന്ന വിഷയമുള്ളൂ ഇത്. പിന്നെ അദ്ദേഹം പറയുന്നത് എല്ലാവരും എഴുതുന്നു, അത് പഴയ മാടമ്പിത്തരമുള്ള വർത്താനാണ്. നീ ഉംബ്രാനും ഉംബ്രാട്ടി എഴുതിയാൽ മതി, അടിയൻ കുമ്പിളിൽ കഞ്ഞി കുടിച്ചാൽ മതി എന്ന് പറയുന്ന മറ്റൊരു വേർഷനാണ്. എല്ലാവരും എഴുതുന്നു, ഓട്ടോക്കാരൻ എഴുതുന്നു, എന്താ കുഴപ്പം, ചട്ടിയും കലവും അങ്ങനെ അവരൊക്കെ പറയാം. അദ്ദേഹം അല്ല, മറ്റ് ലൈനുള്ളവർ മണ്ണാൻ എഴുതുന്നു, നിങ്ങളൊക്കെ പറഞ്ഞാലേ അവർ ചെറുമൻ എഴുതുന്നു, എന്താ കുഴപ്പം, നീ നമ്പൂരിക്കും നായർക്കും മാത്രം എഴുതിയാൽ മതിയോ? മണ്ണാൻ എഴുതണം, ചെറുമൻ എഴുതണം, എല്ലാവർക്കും എഴുതണം, പെയിൻ്റ് അടിക്കാർക്ക് എഴുതണം,
കക്കൂസ് കുഴി ഒഴിക്കുന്നവർ എഴുതാം. റോഡ് പണി പൊരി വെയിലത്ത് ദാറ് ചുമക്കുന്നവൻ അവൻ്റെ ആത്മകഥ എഴുതിയാൽ പൊളിഞ്ഞു തീരാവുന്നതേ ഉള്ളൂ കേരളത്തിലെ എല്ലാ ആത്മകഥയും എൻ്റേതടക്കം. എന്തായിരിക്കും അവൻ്റെ അനുഭവം? നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിങ്ങനെ വണ്ടിയിൽ ശീതീകരിച്ച വാഹനത്തിൽ പോകുമ്പോൾ അവരെ കാണുന്നുണ്ട് അല്ലേ? അവരൊന്ന് ആത്മകഥ എഴുതി നോക്കട്ടെ. അമ്പലങ്ങളും പള്ളികളും നിർമ്മിക്കുന്നവർ, ഞാൻ പള്ളി അമ്പലമൊക്കെ പെയിൻ്റ് വെച്ച് കൂലി കിട്ടാതെ കരഞ്ഞു പോകുന്ന മനുഷ്യനാണ്. പള്ളി അമ്പലം നിർമ്മിക്കുന്ന തൊഴിലാളികളുണ്ടാവും, അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മതത്തിൻ്റെ ഉടായ്പം കിട്ടും അല്ലേ? അപ്പോൾ അവരൊക്കെ എഴുതാൻ തുടങ്ങിയാൽ ഇതൊക്കെ പൊളിഞ്ഞു ചാടും. എല്ലാവരും എഴുതട്ടെ. അതിപ്പോൾ സുധീഷ് മാഷല്ല പ്രിയയേശ്വരിക്ക് അങ്ങനെ പറഞ്ഞു തോന്നുന്നു. നോക്കൂ, ഫേസ്ബുക്കിലാണ് രാജശ്രീ ടീച്ചർ അവരുടെ കല്യാണി ദാക്ഷായണി എന്നുള്ള നോവൽ എഴുതിയിടുന്നത്. അവസാനത്തെ അധ്യായം അത് എഴുതിയിട്ടിട്ടാണ് മാതൃഭൂമി പുസ്തകമാക്കുന്നത്. ഇന്ന് മാതൃഭൂമിയുടെ ബെസ്റ്റ് സെല്ലറിൽ ഒന്നാം നോവലാണ്. അപ്പോൾ അവർ അത്രയും നന്നായിട്ട് മുന്നോട്ട് പോന്നിട്ടല്ലോ. സാഹിത്യ അക്കാദമി അവാർഡും ആ പുസ്തകത്തിന് കിട്ടി. സാഹിത്യ അക്കാദമി ഫേസ്ബുക്ക് നോക്കിയല്ലല്ലോ അവാർഡ് കൊടുത്തത്, എന്ത് എഴുതിയത് നോക്കിയുള്ളൂ, എവിടെ എഴുതി എന്നുള്ളതല്ല. സാധാരണക്കാരന് പെട്ടെന്ന് ഉപയോഗിക്കാവുന്ന മാധ്യമമാണ് ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ. എല്ലാവർക്കും എഴുതിയിടാം. എഴുത്തുകാർ ആകാശത്ത് നിന്ന് കെട്ടിയിറക്കണ പരിപാടിയൊന്നും എവിടെ ഇല്ല. അത് കുറേ കാലം ഒരു ഉടായ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മാത്രം എഴുതുക, നിങ്ങൾ വായിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും എഴുതാതെ പണ്ടാരടങ്ങി പോകണം, ആ ചിന്തയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കുട്ടികൾ അടിപൊളിയായിട്ട് എഴുതുന്നുണ്ട്. അവരെല്ലാവരും കാച്ചു വെച്ച് മുന്നോട്ട് പോകും. അവരൊപ്പം നമ്മൾ നിൽക്കുക. ഒരു വായനക്കാരൻ എന്നെ തൃപ്തിപ്പെടുത്തുന്നത് മാതൃഭൂമി വീക്കിലിയിൽ വന്ന കഥയായാലും കവിതയായാലും ഫേസ്ബുക്കിൽ വന്നാലും ഇത് എവിടെ വന്നു എന്നല്ല ഞാൻ നോക്കുന്നത്. കണ്ടൻറ്റ് എന്ത്, എന്നെ അത് സ്പർശിച്ചോ എത്തിയെങ്കിലും ഞാൻ നോക്കുന്നുള്ളൂ. അത്രേ എല്ലാവരും നോക്കേണ്ട ആവശ്യമുള്ളൂന്നേ. ചിലർക്കൊരു ഏകാധി അല്ലെങ്കിൽ ഒരു ആധിപത്യവും മറ്റവരെന്തോ താണജാതി അങ്ങനെയൊന്നുമില്ല. എഴുത്തിൽ വലിയവരും ചെറിയവരും തന്നെ ഇല്ല. എഴുതുന്നവരും വായിക്കുന്നവരും. വായിക്കുന്നവർ തന്നെ പിന്നെ എഴുത്തുകാരനാവുന്നത്. ഇപ്പോൾ കുറേ വർഷം വായിച്ച ഞാനാളെന്ന് കുറച്ചെങ്കിലും എഴുതിയ ആൾ. അപ്പോൾ അത്തരം ജൽപ്പനങ്ങളൊക്കെ അതർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയാം. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വായിച്ച് മുന്നോട്ട് പോവുക. എല്ലാവരും എഴുതട്ടെ. അത് ചിലവർ സ്ത്രീകൾ എഴുതുന്നതിന് കുറ്റം പറയുന്നവരില്ലേ അല്ലേ? സ്ത്രീകൾ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ പെൺകുട്ടികൾ വിരലിൽ മൈലാഞ്ചി കെട്ടിങ്ങനെ നീട്ടി പിടിക്കും. അതിൻ്റെ ചോടെ പോയി കമൻറ്റ് ഇടുന്നതാണ്. എന്ത് കുഴപ്പമുള്ളത്? അവരവിടെ കണ്ണ് കാണിക്കും. കണ്ണ് നല്ല ഭംഗിയുള്ള കണ്ണാണെങ്കിൽ അവർ ഇൻസ്റ്റയിൽ ഇട്ടോട്ടെ, എന്താ അതിന് കുഴപ്പം? അതൊരു കലയാണ്, നമുക്കത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. എന്നെപ്പോലുള്ള മാമന്മാർക്ക്, കുറച്ച് പ്രായമുള്ളവരൊക്കെ അതുപോലെ ആൺകുട്ടി പെൺകുട്ടി തോൾ കൈയിട്ട് നടന്നാൽ നമുക്ക് പ്രശ്നമാണ്. അത് എൻ്റെ കുഴപ്പമാണെന്ന്, അവരെ കുഴപ്പമല്ലാതെ. അവർ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ പുതിയ കുട്ടികൾ എഴുതി തെളിയട്ടെ. തെളിയല്ല, നന്നായിട്ട് എഴുതാനുള്ള കഴിവുണ്ട് അവർക്കെന്ന്. പഴയ മാടമ്പിത്തരൊക്കെ പോയി എഴുത്തൊരു ജനാധിപത്യം വരട്ടെ. അത് ഇപ്പം തന്നെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നില്ലേ? എൻ്റെ പുസ്തകം മോശമാണ് ഈ കൂട്ടത്തിൽ ആർക്കും പറയാം. മൈക്ക് കയ്യിൽ കിട്ടിയാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ കാശ് കൊടുത്ത് നിങ്ങളെ വിലപ്പെട്ട സമയം ചിലവഴിച്ചാണ് എൻ്റെ വായിക്കുന്നത്. നിങ്ങളാണ് രാജാവ്, എഴുത്തുകാരല്ല ഒരിക്കലും, വായനക്കാരാണ് രാജാവ്. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്, എപ്പോഴും പറയാറുണ്ട് ഞാനത്. നിങ്ങളാണ് എഴുത്തുകാരൻ്റെ കാല് തൊട്ട് വന്ദിക്കേണ്ട ഒരു കാര്യമില്ല. പല സാഹിത്യോത്സവത്തിലും ഞാനത് കാണാറുണ്ട്, പറയാറുണ്ട്. ഏറെ നമുക്കത് കൈ കൊടുക്കാം, സുഖമാണോ നോക്കുക. ഇത്രയേ ഉള്ളൂ എഴുത്തുകാരനുമായിട്ട് വേണ്ട ബന്ധം. അതിനപ്പുറമൊന്നും വേണ്ടാതെ കടുത്ത ആരാധന, അത് പിന്നെ മറ്റൊരു വശത്തേക്ക് പോകും. അങ്ങനെ ആരാധന മൂത്താണല്ലോ നമ്മൾ ഇന്ന് നിലയിലെത്തിയത് എല്ലാ കാര്യത്തിലും. ശരി, ചോദ്യത്തിൽ നിന്നൊക്കെ കാട് കയറി പോയിട്ടുണ്ടാവും ഞാൻ. യഥാർത്ഥ കാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അബ്ബാസിക്കയുടെ മറുപടിയുടെ വായനയുടെയും ആലോചനകളുടെയും എല്ലാം തുടർച്ച എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലുണ്ടെന്ന് നമുക്കറിയാം. എത്ര സംസാരിച്ചാലും കേൾക്കാത്ത വർത്തമാനമാണെന്ന് നമുക്കറിയാം. എപ്പോഴും ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ എം ഡിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എം ഡിയുടെ വ്യക്തിജീവിതം വലിയ രീതിയിൽ ചികയുന്ന, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടു. ഒരുപാട് വായിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ ഒരു എഴുത്തുകാരൻ്റെ വ്യക്തിജീവിതം ഒരു വായനക്കാരനെ ബാധിക്കേണ്ടതുണ്ടോ? അയാൾ എന്താണ് എന്നുള്ളത്, അയാളുടെ കുടുംബം, ഭാര്യ, മക്കൾ, അയാളുടെ സ്വകാര്യ ജീവിതം എന്താണ് എന്നത് ഒരു വായനക്കാരനെ ഏതെങ്കിലും തരത്തിൽ സ്പർശിക്കേണ്ടതുണ്ടോ? ഇല്ല, അത് അവനെ അവളെ വായനക്കാരെ സ്പർശിക്കേണ്ട ഒരു കാര്യവുമില്ല. എം ടി എത്ര കല്യാണം കഴിച്ചു അല്ലേ? എം ടി സവർണനാണോ, മുസ്ലിം വിരുദ്ധനാണോ? ഇതൊക്കെ ഇപ്പോഴാണ് തുടങ്ങി ചർച്ച. ആദ്യമുണ്ട്, ഇപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ വന്നത് നമ്മൾ ഈ ചെതയുടെ ഇത് അണയാന്നൊക്കെ പറയില്ല, കനലാണ്. അതിന് മുമ്പേ കേരി പൊങ്കാലയിടുന്നവർ ഏതർത്ഥത്തിലാണെന്ന് നമുക്കറിയില്ല. സ്ത്രീ വിരുദ്ധനാണ്. എഴുത്തുകാരൻ്റെ വ്യക്തിജീവിതം മാറ്റി നിർത്തുക. എഴുത്തിൽ എന്ത് രാഷ്ട്രീയം പറയുന്നുണ്ടെന്നുള്ളത് നോക്കുക. അവിടെ നിങ്ങൾ താണജാതിക്കാൻ അധിക്ഷേപിക്കുന്നുണ്ടോ, ദരിദ്രനെ പരിഹസിക്കുന്നുണ്ടോ, അവിടെ വരുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ. എഴുത്തിലെ രാഷ്ട്രീയം തീർച്ചയായിട്ടും വായനക്കാരൻ ശ്രദ്ധിക്കണം. അത് ആര് എഴുതിയാലും, എം ടി അല്ല ആരും, ഏത് ലോക സാഹിത്യകാരെ എഴുതിയാലും നോക്കൂ, അവിടെ എഴുത്തിലൊരു രാഷ്ട്രീയമുണ്ട്. അത് നമ്മുടെ വായനയെ അകത്തോട്ട് കിടക്കുകയും നമ്മളതിൽ നല്ലത് സംസ്കരിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിലതുണ്ടാവണം. എഴുത്തുകാരൻ്റെ വ്യക്തിജീവിതം, അവൻ കള്ളു കുടിച്ചോ, കഞ്ചാവ് വലിച്ചോ, പെണ്ണ് പിടിച്ചോ, കാശ്മീരിലോട്ട് പോയോ, ഇതൊന്നും നമ്മൾ അറിയേണ്ട ഒരു കാര്യമില്ല. അറിഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമാവില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാനീ പറയുന്നത്. മനുഷ്യരാണ് എല്ലാവരും. എഴുത്തുകാരൻ ഞാൻ പറഞ്ഞല്ലോ ആകാശത്ത് നിന്ന് കെട്ടി ഇറക്കുന്നൊരു സാധനമല്ല. നമ്മളെപ്പോലെ എല്ലാ വിചാരങ്ങളും ദൗർബല്യങ്ങളും ഭക്ഷിക്കുകയും വിസർജിക്കുകയും ഇണചേരുകയും ഒക്കെ ചെയ്യുന്നവരാണ് എഴുത്തുകാരും എഴുത്തുകാരികളും. അപ്പോൾ അവർക്ക് അവരുടേതായ ദൗർബല്യങ്ങൾ ഉണ്ടെന്നല്ല. അത് നമുക്കൊക്കെ ഉള്ള പോലെ അങ്ങ് കൂട്ടിയാൽ മതി. നമുക്കൊക്കെ ദൗർബല്യങ്ങൾ ഇഷ്ടം പോലെ ഇല്ലേ? എഴുത്തുകാർക്ക് മാത്രമല്ലല്ലോ. എഴുത്തുകാരിയുടെ വ്യക്തിജീവിതത്തിൽ കിടക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ സമൂഹ വിരുദ്ധമായ അങ്ങനെയല്ലോ, പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത കുറേ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളല്ല,
പറയുമ്പോൾ അപ്പം നമ്മൾ പ്രതികരിക്കാൻ വേണ്ടി വരും രചനകളിലൂടെ, അല്ലേ? ഒരു പ്രത്യേക വിഭാഗത്തെ, വർണ്ണത്തെ പരിഹസിക്കുന്ന രചനകൾ വന്നാൽ അപ്പോൾ നമ്മൾ പ്രതികരിക്കണം. വായനക്കാരനെ അത് അസ്വസ്ഥപ്പെടുത്തും, സമൂഹത്തെ ബാധിക്കും. വായിക്കുന്നവരെ, സമൂഹത്തെ അല്ല, വായന സമൂഹത്തെ ബാധിക്കും. അവിടെ മാത്രമേ വായനയിലേ നമുക്ക് റോളുള്ളൂ. എഴുത്തുകാരൻ്റെ വ്യക്തിജീവിതത്തിൽ ഒരു റോളും ഇല്ല. അദ്ദേഹത്തെ അവരെ പോട്ടിന് വിടുക, അവർ ജീവിച്ചോളുന്നു നമ്മളെയൊക്കെ പോലെ. അവസാനമായിട്ട് മുഹമ്മദ് അബ്ബാസ് ഒരു എഴുത്തുകാരൻ മാത്രമല്ലെന്നൊരു രാഷ്ട്രീയ മനുഷ്യനാണ് എന്ന് നമുക്ക് നല്ല ധാരണയുണ്ട്. ഒരുപക്ഷെ എല്ലാ ആളുകളും ഒരുമിക്കുന്നൊരിടം, എല്ലാത്തരം മതവർഗീയവാദികളും ഒരുമിക്കുന്നൊരിടം മുഹമ്മദ് അബ്ബാസിനെ വിമർശിക്കുന്ന കാര്യത്തിലാണ്. എല്ലാത്തരം മതവർഗീയവാദികളും നിരന്തരം തെറിവിളിക്കുന്ന ഒരു പ്രൊഫൈലാണ് അദ്ദേഹത്തിൻ്റേത്. എൻ്റെ ഏറ്റവും വലിയ പേടികളിലൊന്ന് കേരളം പോകെ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോവുകയാണോ എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലും നിത്യജീവിതത്തിലൊക്കെ നമുക്കത് പെട്ടെന്ന് അനുഭവപ്പെടുന്നുണ്ട്. നമ്മളല്ലാതെ ആകുന്ന അനുഭവമുണ്ട്. മുഹമ്മദ് അബ്ബാസ് എന്ന രാഷ്ട്രീയ മനുഷ്യൻ കേരളം സെക്കുലർ അനുഭവത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് എന്ന് ഭയപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ എത്രയോ പിന്നിലോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്. നോക്കൂ, മുഹമ്മദ് അബ്ബാസ് എന്നാണ് എൻ്റെ പേര്. ഞാൻ മതവിശ്വാസിയാണോ അല്ലേ എന്നുള്ളതൊന്നും ഫേസ്ബുക്ക്, ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് വിഷയമല്ല. ഞാൻ എന്തെങ്കിലും ഒരു ഗുജറാത്ത് വംശത്തെ പറ്റിയോ ബൗരി മസ്ജിദിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ എന്നെ പിടിച്ച് സുഡാപ്പിയാക്കും. ഇദ്ദേഹം മോഹനാണ്, അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തെ സംഖ്യയാക്കും, പിന്നെ ക്രിസംഖി, പല പല കള്ളികളുണ്ട് ഇതിനൊക്കെ. മനുഷ്യൻ നമ്മൾ വല്ലാതെ അക്കാര്യത്തിന് നമ്മൾ പിന്നോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഗണപതി വിവാദം വന്നപ്പോൾ അത് സംഷീർ പറഞ്ഞതുകൊണ്ട് മാത്രം വിഷയമാവുന്നതും മറ്റൊരു ഹിന്ദു പേരുള്ള വ്യക്തി, അത് വളരെ വളരെ മോശം കാര്യമാണ്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മുടെ നാട്. ഞങ്ങൾ കവലയിലിരുന്ന്, എനിക്കുള്ള നാരായണൻ, മോഹൻദാസ്, ഞാൻ, ഗഫൂർ, ഞങ്ങളെ കൂട്ടുകാരിയിരുന്ന് ഹിന്ദു മതത്തെയും മുസ്ലിം മതത്തെയും ഉപനിഷത്തിനെയും മാർക്സിസത്തെയും രാഷ്ട്രീയം എല്ലാം ചർച്ച ചെയ്തിരുന്ന ആളുകളാണ്. ഇന്ന് മെല്ലെ മെല്ലെ ഗ്രാമങ്ങളിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു കൂട്ടായിട്ട് വേർതിരിഞ്ഞ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളായിട്ട് ഇരിക്കുകയാണ് ഒരു ഇപ്പുറത്ത് ഹിന്ദു കുട്ടികൾ അങ്ങനെ ഇരിക്കുക. വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം നഗരങ്ങളിൽ നിങ്ങളത് കാണുന്നുണ്ടാവില്ല. ഞാൻ ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അവിടെയുണ്ട്. ഇവിടെ എന്താ അവസ്ഥ എന്ന് എനിക്ക് നമ്മുടെ ഉള്ളിലുണ്ടാവാം. നമ്മൾ വല്ലാതെ പിന്നോട്ട് നടക്കുന്നുണ്ട്. ജാതിബോധമുണ്ട്. ഒരു വ്യക്തിയുടെ ജാതി എങ്ങനെയൊക്കെ തോണ്ടിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ പരിചയപ്പെട്ട മലയാളി കൂട്ടം നോക്കും. അച്ഛൻ്റെ പേരെങ്കിലും ചോദിക്കും. ഈ നിങ്ങളെ പേര് ഇത് കിട്ടിയില്ലെങ്കിൽ അച്ഛൻ്റെ പേര് ചോദിക്കും. ജാതി ഇങ്ങോട്ട് ചാടിക്കാൻ, ജാതി, മതം, വർണ്ണം, അല്ലേ? ഇപ്പോഴും ഒരു മുഷിഞ്ഞ വസ്ത്രമിട്ട ഒരു മനുഷ്യൻ, ഇപ്പോൾ അടുത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മുഷിഞ്ഞ വസ്ത്രമിട്ട മനുഷ്യൻ്റെ മൊബൈൽ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. മൊബൈൽ അദ്ദേഹം എടുത്തിട്ടില്ല, അല്ലേ? ആ ബോധത്തിനൊന്നും ഒരു മാറ്റം വരുന്നില്ല. സാമൂഹികമായ ബോധത്തിന് നമ്മൾ വളരെ പിന്നോട്ട് പോകുന്നു. ജാഗ്രതയോടെ ഇരിക്കുക. ശശി തരൂരാണ് ഒരിക്കൽ പറഞ്ഞു തോന്നുന്നു, നമ്മളെന്തിനാണ് ഗുജറാത്ത് ചർച്ച ചെയ്യുന്നതെന്നല്ലേ? നമ്മൾ ഗുജറാത്ത് ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വാതന്ത്ര്യ സമരം ചർച്ച ചെയ്യണ്ടല്ലോ. അദ്ദേഹം ഇനി കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും, നിങ്ങളെന്തിനാണ് മണിപ്പൂർ ചർച്ച ചെയ്യണമെന്ന്, അല്ലേ? നമ്മളത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചർച്ച ചെയ്യണം. ഇത് പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് പൊങ്കാല കിട്ടും. നമ്മളാ പൊങ്കാല ഏറ്റുവാങ്ങും വിനയത്തോടെ. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ആ വാദം ശരിയല്ല. നമ്മൾ ഗുജറാത്ത് ചർച്ച ചെയ്യും. കാരണം ഇനി ഗുജറാത്തുകൾ ഉണ്ടാവരുത്, മണിപ്പൂരുകൾ ആവർത്തിക്കരുത്, അല്ലേ? ബാബരി മസ്ജിദ് ധ്വംസനങ്ങൾ ഉണ്ടാവരുത്, വർഗീയതകൾ ഉണ്ടാവരുത്. മതം എന്ന് പറയുന്നത് നിങ്ങളെ കിടപ്പറ രഹസ്യം പോലെ ഇരുന്നാൽ മതി. നിങ്ങൾ തെരുവിലോട്ട് വലിച്ചയച്ച് വഷളാക്കണ്ട. നമ്മൾ കിടപ്പറ രഹസ്യം പുറത്ത് പറയാറുണ്ടോ? ഇല്ല. അത് നമ്മുടെ സ്വകാര്യതയാണ്. മതം എത്രത്തോളം നിങ്ങളുടെ സ്വകാര്യതയായിട്ട് ഇരിക്കുന്നിടത്തോളം എനിക്ക് ബാധകമല്ല. നിങ്ങളെ മതം അടിവസ്ത്രം പോലെ നല്ലതാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, അത് ഓക്കെ. പക്ഷേ എൻ്റേത് മോശമാണ്, നിങ്ങളത് മാത്രമാണ് നല്ലത് എന്ന് പറയുന്നിടത്ത് നമ്മൾ വിയോജിക്കും, അല്ലേ? എല്ലാവരും അവനവൻ്റെ മതവിശ്വാസികൾക്കെതിരെയല്ല. മതവിശ്വാസം അത് അവരുടെ സ്വന്തം കാര്യമാണ്. ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. ആ ജനാധിപത്യത്തിന് മെല്ലെ മെല്ലെ കടലെടുത്തുകൊണ്ടിരിക്കുക കുറേശ്ശെയായിട്ട്. അപ്പോഴാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര വെച്ചുകൊണ്ടും മതവും ജാതിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത അവസ്ഥയിലൊക്കെ പോകുന്നത് കരുതിയിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. വേറെ എന്താ പറയുക അതിനോട് പറ്റി? സന്തോഷം. വായനക്കാരുടെ എഴുത്തുകാരനാണ് അബ്ബാസ് എന്ന് നമുക്കറിയാം. അവസാന ഘട്ടം 10 മിനിറ്റാണ് നമുക്കുള്ളത്. വായിക്കുന്ന അബ്ബാസിനെ കേൾക്കുന്ന ഒരുപാട് പേര് ഈ സദസ്സിലുണ്ട്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹത്തോട് സംസാരിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, വർത്തമാനം പറയാം. അബ്ബാസ് വായനയിൽ പിന്തുടരുന്ന ഒരാളെന്ന നിലയിൽ, ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഏറ്റവും ഉള്ളിൽ തട്ടിയ ഒരു വിമർശനം ഏതാണ്? അതുപോലെ തന്നെ ഈ വിമർശനങ്ങളെ ഏത് രീതിയിലാണ് കാണുന്നത്? ഏറ്റവും ഉള്ളിത്തട്ടിയ വിമർശനം എന്ന് പറയുന്നത്, ഒരു നോമ്പ് കാലത്ത് ഞാൻ ട്രൂ കോപ്പിയിൽ നോമ്പ് കാലത്തെ അടുക്കള എന്ന് പറഞ്ഞ രീതി, മുസ്ലിം സമുദായത്തിൽ നോമ്പുണ്ട്, അറിയാവുന്നവർക്ക് അറിയാം. ആ ഒരു സമയം എത്തുമ്പോൾ സ്ത്രീകൾക്ക് ഇരട്ടി ജോലിയാണ്. എന്ന് വെച്ചാൽ രാവിലെ എണീക്കണം, ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നോമ്പുണ്ടാവില്ല, അത് വിശദീകരിക്കുന്ന ഒരുപാട് സമയം വേണം. സ്വഭാവികമായിട്ട് ലേഖനം വന്നപ്പോൾ കുറേ പേര് ട്രൂ കോപ്പിയിലോട്ടും അനിലയും എന്നെയും ഒക്കെ വിളിച്ച് തെറി പറഞ്ഞു. പുസ്തകത്തിൽ എൻ്റെ നമ്പർ ഉള്ളതുകൊണ്ട് കോള് തന്നെ വന്നു. എല്ലാവരും ജഗതി ഏതോ സിനിമയിൽ ഇത് എൻ്റെ ഗർഭമല്ല എന്ന് പറഞ്ഞ പോലെ ഇവർ എൻ്റെ അടുക്കള ഇങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. ആ അടുക്കളയിൽ കയറി നോക്കണം സ്ത്രീ എന്താ ചെയ്യുന്നതെന്ന്. ചാരുകസ്ഥരടി ഒരു ചായ, ഡീ നോമ്പറക്കാനായി ആയില്ലേ,
നോക്കൂ, ഇതിലുള്ള മനുഷ്യർക്ക് അടുക്കള സ്വഭാവമായിട്ട് അവർ അടുക്കള അങ്ങനെയല്ലാന്ന് അവർക്ക് പറയാം. പക്ഷേ ഞാൻ അടുക്കളയിൽ പങ്കിടുന്ന ആളാണ്, ജോലി പരസ്പരം. അതുകൊണ്ട് എനിക്കറിയാതെ എൻ്റെ ഭാര്യയുടെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത്. നമ്മളപ്പുറത്തും കാണുന്നില്ല ഇത്. അപ്പോൾ ആ ലേഖനത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഈ പുസ്തകം മനുഷ്യൻ എന്നത് അത്ര സുഖമുള്ള ഒരു ഏർപ്പാടല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രകാശനത്തിൻ്റെ പേജിൽ തന്നെ വന്നിട്ടൊരാൾ ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടി മനുഷ്യനാണ്, അതെങ്ങനെയാണ് അങ്ങനെ സുഖമില്ലാതാവുക? പുസ്തകം ഇറങ്ങിയിട്ടില്ല, പിളർപ്പ് വായിച്ചിട്ടില്ല, നമ്മളൊന്നും മറുപടി പറയുന്നില്ല. ദൈവത്തിൻ്റെ മികച്ച സൃഷ്ടി മനുഷ്യനാണെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്, അദ്ദേഹത്തിന് കരുതുക. ഞാനൊരിക്കലും കരുതുന്നില്ല, അതുകൊണ്ട് അതിന് മറുപടി പറയാനും പോകുന്നില്ല. ചിലപ്പോൾ ഒരു കുഞ്ഞു പൂമ്പാറ്റയായിരിക്കാം ഏറ്റവും മനോഹരമായ സൃഷ്ടി, നമ്മളെക്കാൾ മനുഷ്യനേക്കാൾ ഏറ്റവും മികച്ചത്. അത്തരം വിമർശനങ്ങൾ വരുമ്പോൾ പിന്നെ ആ ലേഖനം വന്ന സമയത്ത് മീഡിയ വണ്ണിലെ സീതാവൂതൊക്കെ ഇരുന്ന് ഇസ്ലാമോ ഫോബിസ്റ്റാണ്, ഞാൻ ഇങ്ങനെ കയ്യൊക്കെ ഉരുട്ടിയിട്ടൊരു ദർശനം സൈദ്ധാന്തികത പറയലുണ്ടല്ലോ, എന്നെ പിടിച്ച് ഇസ്ലാമോ ഫോബിസ്റ്റാക്കി. അത് വായിച്ചിട്ട് എൻ്റെ ഭാര്യ ഉണ്ട് ചിരിക്കുന്നത് കണ്ടിട്ട്. അതൊക്കെ എന്നെ അറിയാലോ കൃത്യമായിട്ട് ഞാൻ ആരാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അത്തരം വിമർശനം എല്ലാ ഭാഗത്തുനിന്നും വിമർശനം വരുന്നത് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുക. സ്വാഭാവികമായിട്ട് ഞാൻ സത്യം 99% സത്യമാണ് ഈ നോമ്പുകാലത്തെ സ്ത്രീകളെ അടുക്കളയിലെ അവസ്ഥ അനുഭവിച്ചവർക്ക് അറിയാതെ. ആ സത്യം പറയുമ്പോൾ വരുന്ന വിമർശനങ്ങൾ നമ്മളെ വേദനിപ്പിക്കും. കാരണം അത് വീണ്ടും വീണ്ടും പറയേണ്ടി വരും. എനിക്ക് മാറ്റം വരാനല്ലാന്ന് എൻ്റെ ആശ്വാസത്തിനെങ്കിൽ ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ടേ. അപ്പുറത്തെ അയൽവീസിലൊക്കെ നമ്മൾ ഈ കാണുന്നുണ്ട് ഈ സ്ത്രീകൾ കഷ്ടപ്പെടുന്നത്. ആ നോമ്പുകാലം എത്തുമ്പോൾ പ്രത്യേകിച്ചും ആ ഒരു വിമർശനമാണ് വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ളത്. വേദനിപ്പിക്കല്ല, എന്തൊക്കെ നിസ്സഹാവസ്ഥയിലാക്കി പോകും നമ്മളെ. ശരി, സന്തോഷം. ബസ്ക നമസ്കാരം. ഞാനൊക്കെ ഭയങ്കര അസൂയോടുകൂടി നോക്കുന്നൊരു മനുഷ്യനാണ്. കാരണം എന്ന് വെച്ചാൽ വായിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം എല്ലാവിധ സൗകര്യങ്ങളുണ്ട്, പുസ്തകം തൊട്ട് മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും വായിക്കാൻ പറ്റാതെ അടച്ചു വെച്ചിട്ടുള്ള ഒത്തിരിയധികം രാത്രികൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അബ്ബാസിക്കയോട് ചോദിക്കാനുള്ളത്, ഒത്തിരി ഭാഷകളിലെ നിരവധിയായ ജോണറുകളിലെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കഥ എഴുതാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാണ് അയാളുടെ വായനയെ സമീപിക്കേണ്ടത്? അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ വിവിധ ഭാഷകളിലെ മലയാളം ആകട്ടെ, മലയാളത്തിന് പുറത്തുള്ള ഭാഷകളാകട്ടെ, പല കാലങ്ങളിലേക്ക് പുസ്തകങ്ങൾ, ഞാൻ കഥ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കിടപ്പുണ്ട്. അപ്പം എവിടെ നിന്നാണ് കഥ എഴുതാൻ താല്പര്യം ഉള്ള ഒരാൾ വായിച്ചു തുടങ്ങേണ്ടത്? എവിടെ നിന്നാണ്? നോക്കൂ, അതിനുള്ള ഉത്തരം നമ്മുടെ SS അരീന MT വാസുദേവൻ നായർ 2 പുസ്തകങ്ങളുണ്ട്. കാതികൻ്റെ കല, കാതികൻ്റെ പണിപ്പുര. അദ്ദേഹം ഒരു തീം നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയാൽ അത് ഏതൊക്കെ വേർഷനിലൂടെ നിങ്ങൾക്ക് നോക്കിക്കാണാം എന്നൊക്കെ വിശദമായിട്ട് 2 കുഞ്ഞു പുസ്തകം, അത് വായിച്ചാൽ കുറേ കിട്ടും. എൻ്റെ ഒരു വേർഷൻ പറഞ്ഞാൽ, നിങ്ങൾ കഥ എഴുതാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സ്വന്തം അനുഭവങ്ങളുണ്ടാവും. അത് അതിൽ മറ്റാർക്കും അവകാശമില്ലല്ലോ, അല്ലേ? നിങ്ങളെക്കാളെ ചെറിയ കുട്ടികളാണ് എഴുതി തുടങ്ങുന്നതെങ്കിൽ വളരെ ചെറുപ്പത്തിൽ അവരെ അച്ഛനോ അമ്മയോ സ്കൂളിലേറ്റോ മറ്റു വിദ്യാലയങ്ങളിലേക്കോ കൊണ്ടുപോകുന്നൊരു ഓർമ്മയുണ്ടാവും, അല്ലേ? അത് വളരെ ആഴത്തിൽ മനസ്സിലുണ്ടാവും. പിന്നെ കുട്ടികൾക്ക് തേപ്പ് ഇപ്പോൾ സ്ഥിരമാണല്ലോ, തേപ്പ് കൊടുക്കലും തേപ്പ് കിട്ടലും. ഇത് നമുക്ക് എഴുതാൻ പെട്ടെന്ന് ഒരു കഥയാക്കി മാറ്റാൻ. അത് പണ്ട് ചങ്ങമ്പുഴയൊക്കെ മഹാകാവ്യങ്ങൾ എഴുതി പ്രണയ നഷ്ടത്തെ പറ്റി. ഇപ്പോഴത്തെ കുട്ടികൾ തേപ്പ് എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിനങ്ങ് തള്ളിക്കും. ഞാൻ തേച്ചു, എനിക്ക് തേപ്പ് കിട്ടി, അത് വളരെ ഉഷാറായിട്ട് എനിക്ക് തോന്നി. ഖണ്ഡകാവ്യങ്ങളൊന്നും വേണ്ടാന്ന്, ഇതിലിത്രയേ ഉള്ളൂ. അവൾ എന്നെ തേച്ചു, ഞാൻ അവൻ തേച്ചു, തീർന്ന്. പിന്നെ നമ്മൾ അതും തന്നെ അവിടെ സമയം പോകും. ചന്ദ്രികയെ പറ്റി ആരും ചർച്ച ചെയ്തില്ല. രമണൻ്റെതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ചന്ദ്രികയുടെ അവസ്ഥ അപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നോക്കൂ, നിങ്ങൾക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, പ്രണയ നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതി ഫലിപ്പിക്കാൻ പറ്റും. നിങ്ങൾ വല്ലാതെ പൊള്ളിച്ച അനുഭവങ്ങളുണ്ടാവും. അത് നിങ്ങൾക്കൊരു കഥയുടെ ചട്ടക്കൂട്ടിലേക്ക് മാറ്റാൻ പറ്റും. വായിക്കാൻ ഏറ്റവും നല്ല കഥകൾ MT, മലയാളത്തിൽ MTയുടെ ചെറുകഥകൾ ആവർത്തിച്ച് വായിക്കാം. ബഷീറിനെ വായിക്കാം. OV വിജയൻ ഇച്ചിരി കടുകട്ടിയാണെങ്കിൽ OV വിജയനെ വായിച്ചാൽ നിങ്ങളെ ക്രാഫ്റ്റ് മെച്ചപ്പെടും, ഭാഷ മെച്ചപ്പെടും. MTയുടെ ഈ 2 പുസ്തകം നിർബന്ധമായിട്ടും കഥ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വായിച്ചിരിക്കണമെന്ന് ഞാൻ വിനയത്തോടെ പറയും. കാതികൻ്റെ കല, കാതികൻ്റെ പണിപ്പുര. അത് തന്നെ നിങ്ങളെ മാറ്റിത്തീർക്കും, നിങ്ങൾ ഒരു വഴി കാണിച്ചു തരും. ശരി, സന്തോഷം. ബസ്ക പ്രീതയാണ്. ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും പല സാഹിത്യ സൃഷ്ടികളും വായിക്കുമ്പോൾ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ആ ഒരു സാഹിത്യ സൃഷ്ടിയെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ അബ്ബാസക്കയുടെ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്രാങ്കായിട്ട് നമ്മൾ കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജിലാണ് പലതും. അപ്പോൾ അത് വായനക്കാരന്, ഞാൻ ഇങ്ങനെ എഴുതിയാൽ വായനക്കാരന് അത് എങ്ങനെ ഫീൽ ചെയ്യും എന്ന ഒരു ചിന്ത അപ്പോഴൊക്കെ വരാറുണ്ടോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അതായത് തുറന്ന് എഴുതുമ്പോൾ, നമ്മുടെ അനുഭവങ്ങൾ തുറന്ന് എഴുതുമ്പോൾ അത് വായനക്കാർ എങ്ങനെ അവർ ഉൾക്കൊള്ളും എന്ന ഒരു ചിന്ത ഉണ്ടാകാറുണ്ടോ? പിന്നെ നൗഫൽ സാറിനോടുള്ള ക്വസ്റ്റ്യൻ, അബ്ബാസക്കയുടെ എഴുത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് അബ്ബാസക്കയുടെ ആ ഒരു കുറിപ്പ് ആദ്യമായിട്ട് ബുക്ക് ആക്കാൻ സഹായിച്ചത് പ്രവൃത ബുക്സ് ആണ് എന്നുള്ളത്. അപ്പോൾ ഒരു പുതിയ എഴുത്തുകാരനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് അറിഞ്ഞാൽ ആഗ്രഹമുണ്ട്. അബ്ബാസിൻ്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ട് എന്നുള്ള അറിവ് കൊണ്ടാണ് ഞങ്ങളങ്ങനെ ചെയ്തത്. നമുക്ക് ഒരാളെ വായിക്കുമ്പോൾ അറിയാം അയാൾ എന്താണ് എന്ന്, അയാളുടെ ഉള്ളിൽ എന്തുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്നുള്ളത് നമ്മുടെ സ്വാർത്ഥത കൂടിയാണ്. എൻ്റെ ജീവിതത്തിലെ 2 ഭാഗ്യം ഞാൻ വിചാരിക്കുന്നു. ഒന്ന്,
ആ പുസ്തകത്തിൻ്റെ പേരിടാൻ, ഒരു പെയിൻറ് പണിക്കാരൻ്റെ ലോകസഞ്ചാരങ്ങൾ എന്നുള്ള പേരിടാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ്. 2, ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ട് എൻ്റെ സ്വകാര്യമായ ഒരു അഹങ്കാരമാണ്, ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ട് ആദ്യമായൊരു കുറിപ്പ് ട്രൂ കോപ്പിയിൽ തൻ്റേതല്ലാത്ത ലോകത്തിനും ഇരുണ്ട ഭാഷയ്ക്കും വെളിച്ചം കൊടുക്കുന്ന ഒരാളെന്ന പേരിൽ ഒരു ലേഖനം എഴുതാൻ പറ്റി എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. നോക്കൂ, അത് ഞാൻ ആദ്യം പറയേണ്ട കാര്യം വിട്ടുപോയതാണ്. പ്രവതയാണ് എൻ്റെ ആദ്യത്തെ പെയിൻറ് പണിക്കാരനും വിശപ്പ്, പ്രണയ, ഉന്മാദമൊക്കെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് കുറേ കൂടിയൊക്കെ ഇങ്ങനെ ആളുകൾ അറിയപ്പെടണം എന്നുള്ള അത്യാഗ്രഹം ഉണ്ടായപ്പോൾ ഞാൻ മാതൃഭൂമിയിലോട്ട് പോയതാണ്. നോക്കൂ, ഇരിക്കുമ്പോൾ തന്നെ പറയാമല്ലോ അദ്ദേഹത്തിന് ആദ്യം അതിൻ്റെ സത്യാവസ്ഥ. നിങ്ങൾ ചോദിച്ചത് നോക്കൂ, ഈ ലളിതമായ ഭാഷയാണ് മനുഷ്യന് എപ്പോഴും മനസ്സിലാവുക. ബഷീർ ഇപ്പോഴും വായിക്കപ്പെടുന്ന എഴുത്തുകാരനാണ്. ആ കാലഘട്ടത്തിൽ എഴുതിയ പലരും ഇപ്പോൾ ചെമ്മീൻ മധുരനാരങ്ങ പോലെ വിറ്റുപോയതാണ്, രമണൻ ഓറഞ്ച് പോലെ വിറ്റുപോയത്. ഇപ്പോൾ ആരും വായിക്കുന്നത്? കുമാരനാശാന് ആസാനാണ് മലയാളത്തിലെ ഏറ്റവും വലിയ കവി. ആരും വായിക്കണോ? പഠനാവശ്യത്തിനല്ലാതെ കുമാരനാശാൻ ആരും വായിക്കുന്നുണ്ടാവില്ല. പക്ഷേ ബഷീറിനെ, വളരെ ലളിതത്തോടെ എഴുതിയ ബഷീറിനെ MT ഇനി വായിക്കാൻ നമ്മൾ ഇരിക്കുകയാണ്. വളരെ ഇപ്പോഴും ഞാൻ DC പോകുമ്പോൾ ആളുകൾ അധികം വാങ്ങുന്ന MT ബഷീറിൻ്റെ പ്രേമലേഖനം, MTയുടെ മഞ്ഞ്, അതൊക്കെ വളരെ ലളിതമായ ഭാഷയാണ്, ലളിതമായ കാര്യങ്ങളാണ്. പക്ഷേ ഈ ലാളിത്യത്തിന് വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ബഷീറിൻ്റെ ഒരു പേജ് നിങ്ങളുടെ ഭാഷയിലേക്ക് ആക്കാൻ നോക്കിയാൽ മതി. അതോടെ ഈ ലാളിത്യം എത്ര ഇടങ്ങേറ് പിടിച്ച പണിയാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ അനുഭവങ്ങൾ എഴുതുന്നതിൽ, നിങ്ങൾ എഴുതുന്നതിൽ സത്യസന്ധത ഉണ്ടോ? പിന്നെ നിങ്ങൾ ആരെയും ഭയപ്പെടുന്നത്? നിങ്ങളാണ് അനുഭവിച്ചത്. നിങ്ങളെ വേദനിപ്പിച്ചവരെ വേദനിപ്പിക്കാതെ നിങ്ങൾക്ക് നിങ്ങളെ വേദന പങ്കുവെക്കുക, എഴുതുക, അത്രേ ഞാൻ ചെയ്യുന്നുള്ളത്. എന്നെ വേദനിപ്പിച്ചവരെ വേദനിപ്പിക്കാതെ എൻ്റെ വേദന എനിക്ക് അടയാളപ്പെടുത്തണമല്ലോ. അത് എൻ്റെ മാത്രം വേദനയല്ല. ഒരു ഹോട്ടലിൽ നിന്ന് അടികിട്ടിയ കുട്ടി അബ്ബാസ് മാത്രമായിരിക്കില്ലല്ലോ. സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്ത് കൂലി കിട്ടാത്തൊരു അബ്ബാസ് മാത്രമല്ല. ഇപ്പോഴും നമ്മൾ ബംഗാളികളെന്ന് പുച്ഛത്തോടെ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പോഴും ഈ നഗരത്തിനും കൂലി കിട്ടാതെ വൈകുന്നേരം കാത്തു നിൽക്കുന്നുണ്ടാവും. നിങ്ങളെ അനുഭവമാണോ എഴുതുന്നത്? അവിടെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തിനു പേടിക്കണമെന്ന്? ഇത് ജനാധിപത്യ രാജ്യമാണിതെന്ന്. അബ്ബാസിക്കയുടെ സഹോദരൻ മോശമായിട്ട് പെരുമാറിയ ആ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കൊക്കെ ആ അനുഭവങ്ങൾ പുള്ളി തന്നെ വായിക്കുമ്പോൾ പുള്ളിക്ക് എന്തായിരിക്കും ഒരു ഫീൽ ഉണ്ടായിട്ടുള്ളത്? നോക്കൂ, അനീതി ചെയ്ത മനുഷ്യൻ മതത്തിൻ്റെ പേരിലായാലും സഹോദരൻ എന്നുള്ള പേരിലായാലും മുതിർന്ന ആൾ കുട്ടിയോട് ചെയ്താലും ആ വ്യക്തി ഭൂമിയിൽ നിന്ന് പോയാലും ആ അനീതി അല്ലാതാവുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഗോഡ്സെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേ മരിച്ചു പോയില്ല, നമുക്ക് വിട്ടുകളയാമെന്ന് വിചാരിക്കാമല്ലോ. അങ്ങനെയല്ല. സാധാരണ മനുഷ്യനായാലും വലിയ മനുഷ്യർ അവർ അനീതി ഇല്ലാതാവുന്നില്ല. എൻ്റെ ഏട്ടൻ മരിച്ചുപോയി, ഇപ്പോൾ ഇല്ല എന്ന് കരുതി എനിക്ക് നേരിട്ട് അനീതി എഴുതാതിരിക്കാൻ വയ്യ. കാരണം ഒരു അബ്ബാസിനല്ല ഒരു ഏട്ടൻ ചെയ്തിട്ടുണ്ടാവും. എത്രയോ അനിയന്മാർക്കും ഏട്ടന്മാർക്കും ഇത് ഉണ്ടാവാം. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയാവും നമ്മൾ ഈ എഴുതുന്നാൽ. അവരാവും എന്നെ അധികം വായിക്കുന്നുണ്ടാവുക. അനീതി നേരിടേണ്ടി വന്നവർ, ഉള്ളിൽ നന്മയും കരുണയുള്ളവർ. എന്നെ ആര് വിളിച്ചാലും ഞാൻ പറയാം ഇത് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഒന്നും പറയാൻ വയ്യല്ല അവരോട്. സന്തോഷം എന്ന് പറയാൻ വയ്യ, പുസ്തകം വായിച്ച് കരഞ്ഞു എന്നുള്ളൂ. ഞാൻ പറയും നിങ്ങളുടെ ഉള്ളിൽ പറയുന്നല്ല, അതാണ് ശരി. നിങ്ങളുള്ളിൽ നന്മയും കരുണയും മനുഷ്യത്വം ഉണ്ടോ? അത് അബ്ബാസ് എഴുതിയാലും നൗഫൽ എഴുതിയാലും ആര് എഴുതിയാലും നിങ്ങളെ സ്പർശിക്കും. അത് നമ്മളെ മനസ്സിലാദ്യം നന്മയും കരുണയൊക്കെ വേണം. നിങ്ങൾ വായിച്ച് ഇഷ്ടപ്പെട്ടവർ മനസ്സിലതുണ്ട്. എന്നെ വായിച്ചിട്ട് വിളിക്കാത്ത എത്രയോ മനുഷ്യരുണ്ട്, അവരത് അടച്ചു വെച്ചിട്ടുണ്ടാവാം. നൗഫലിൻ്റെ ഏറ്റവും ഇനി പറയുമ്പോൾ ജീവിതത്തിൽ ആ പുസ്തകം വായിച്ച് നൗഫലിനെ വിളിച്ചവരുണ്ടാവാം, ഇഷ്ടംപോലെ വിളിക്കാത്തവരുണ്ടാവാം. നിങ്ങളുടെ ഉള്ളിൽ നന്മയും കരുണയുണ്ടോ? അപ്പോഴേ എഴുത്ത് വർക്കൗട്ട് ആവുള്ളൂ. അതുകൊണ്ടാണ് വായനക്കാർ രാജാവ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. എഴുത്തുകാരൻ രണ്ടാമതേ വരുന്നുള്ളൂ. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ശരി, സന്തോഷം. നമസ്കാരം. എൻ്റെ പേര് ഇഞ്ചക്കൽ ജമാലാണ്. എൻ്റേതായ ഒരു പുസ്തകം നൗഫൽ സാറിൻ്റെ അനുഗ്രഹത്തോടുകൂടി പ്രവതയിൽ നിന്ന് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. ഞാൻ അബ്ബാസിക്കയെ ഫോളോ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഒന്നേ ഉള്ളൂ. 9ഓളം പുസ്തകം എഴുതിയതാണ്. അപ്പോൾ അതിൽ നിന്ന് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമെന്ന് ചോദിച്ചാൽ എല്ലാം സ്വന്തം മക്കളാണെന്ന് പറയാം ഒറ്റ വാക്കിൽ. എങ്കിലും പറയുകയാണ്, ഇതുവരെ എഴുതിയതിൽ ഏറ്റവും മനസ്സിന് ആത്മസംതൃപ്തി നൽകിയ ഒരു പുസ്തകം ഏതാണെന്ന്. അത് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 3 മക്കളാണ്. അതിൽ മുതൽ ആരോടാ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവർ പണങ്ങൂല എന്നോട്. പക്ഷേ ഖസാക്ക് എന്നെ വായിച്ച കഥ എന്നുള്ള ഖസാക്കിൻ്റെ ഇതിഹാസ ഞാൻ എപ്പോഴും പറയാറുണ്ടത് ആളുകൾ ഖുർആൻ വായിക്കും പോലെ, ഭഗവത്ഗീത വായിക്കും പോലെ, ബൈബിൾ ഓതും പോലെ. എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസം എടുത്ത് 2 പേജ് വായിച്ചാൽ ഞാൻ ഹാപ്പി ആയിരുന്നു. എനിക്ക് അവിടെ മറ്റ് ആരാധനാലയങ്ങളൊന്നും വേണ്ട. അപ്പോൾ ആ ഖസാക്ക് എന്നെ വല്ലാതെ സ്വാധീനിച്ച പുസ്തകമായതുകൊണ്ട് അതിനെപ്പറ്റി എനിക്കൊരു പുസ്തകം എഴുതാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഖസാക്ക് എന്നെ വായിച്ച കഥ 2ാം പതിപ്പിലേ എത്തിയിട്ടുള്ളൂ. മറ്റത് 12-16 പതിപ്പൊക്കെ എത്തിയിട്ടുണ്ടാവാം. പക്ഷേ ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി തരുന്നത് ഓട്ടുപുലാക്കൽ വേലിക്കുട്ടി വിജയൻ. ഒരു അക്കാദമി അവാർഡ് പോലും ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് കിട്ടിയിട്ടില്ല. അതിനുശേഷം വാങ്ങിപ്പോയ മഹാസാഹിത്യകാരന്മാർ നമുക്കുണ്ട്. എനിക്ക് വേണ്ടാന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഖസാക്കിന് കൊടുത്തില്ല എന്ന് ചോദിച്ചില്ല. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന വിഷയം. നിങ്ങൾ ചോദിച്ച് പുസ്തകം പറഞ്ഞപ്പോൾ ഞാൻ അവസരത്തിന് അല്ലെങ്കിൽ പറഞ്ഞു പോയതാണ്. ഒരു എഴുത്തുകാരനെങ്കിലും പറയേണ്ടിയിരുന്നു ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് കിട്ടാത്ത അക്കാദമി അവർ എനിക്ക് വേണ്ട, ആരും പറഞ്ഞിട്ടില്ല. അത്ര ഖസാക്കിൻ്റെ ഇതിഹാസം സ്വാധീനിച്ച അത്ര മലയാളിയെ സ്വാധീനിച്ച പുസ്തകം വളരെ കുറച്ചേ ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി ഒരു പുസ്തകം ഞാൻ എഴുതിയത് ഖസാക്ക് എന്നെ വായിച്ച കഥ. അതിലുണ്ട് എൻ്റെ ജീവിതം അക്കാലത്ത്. അതാണ് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം. വിറ്റുപോയിട്ടില്ലായിരിക്കാം, വായിക്കപ്പെട്ടില്ലായിരിക്കാം, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി അതാണ്. സന്തോഷം.
ബിഷപ്പിന് മുന്നിൽ അന്നമാകാത്ത ഒരു ദൈവത്തെയും ഞാൻ എൻ്റെ മകൾക്ക് പരിചയപ്പെടുത്തില്ല എന്ന് ബിഷപ്പ് പ്രണയം ഉന്മാദം എന്നതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത അബ്ബാസ് ഇത്ര മനോഹരമായിട്ട് എങ്ങനെയാണ് എഴുത്തും വായനയും പഠിച്ചത്? പെരുഞ്ചിലമ്പിൽ നിന്ന് വരുമ്പോൾ എഴുത്തും വായനയും അറിയില്ലല്ലോ, തമിഴ് മാധ്യമത്തിലല്ലേ പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചത്? ഈ എഴുത്തും വായനയും വേണമല്ലോ, എങ്ങനെയാണ് പഠിച്ചത്? നോക്കൂ, നിങ്ങൾ അപരിചിതമായൊരു ദേശത്ത് എത്തിപ്പെടുകയും അവിടുത്തെ ഭാഷ അറിയാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഭാഷ പഠിക്കും. അതിൻ്റെ ഉദാഹരണം, ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ 8ഉം 9ഉം വിദ്യാഭ്യാസമുള്ള കാക്കാർ, മലപ്പുറം കാക്കാർ ദുബായിക്ക് പോകും. ഈ മലയാളം മാത്രമേ അവർക്ക് അറിയുള്ളൂ എന്നേ. അതിനെ എഴുതാൻ കൃത്യമായിട്ട് അറിയാം. അവർ തിരിച്ചു വരുമ്പോൾ അറബി, ഉറുദു, ഹിന്ദി, ഇംഗ്ലീഷ്, പറ്റുക ലാറ്റിൻ അടക്കം വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നതാണ്. ഇതെന്താ, അവിടെ ജീവിക്കാനുള്ള ആ ചൂടിൻ്റെ ഇടയിൽ ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുമ്പോൾ മലയാളികൾ അടുത്തുണ്ടാവില്ല, അറബി ആയിരിക്കും. ഇത് പഠിച്ചു പോകുന്നേ. ഞാൻ അങ്ങനെ പഠിച്ചു പോയതാണ്, ജീവിക്കാൻ വേണ്ടി ഭാഷ പഠിച്ചു പോയി. ആ ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയും പോയി, അത്രയേ ഉള്ളൂ. നിങ്ങളെക്കാളും മഹത്വം എനിക്കില്ല ഒരിക്കലും. വായിക്കുന്ന ആളേക്കാൾ എഴുത്തുകാർക്ക് മഹത്വം ഇല്ല. വായനക്കാരനായ ഞാനാണെന്ന് തൽക്കാലം ചെറിയ എഴുത്തുകാരൻ. നാളെ നിങ്ങളായിരിക്കും ഈ വേദിയിൽ ഇരുന്നിട്ട് ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരിക. ഈ പഠിച്ചെടുത്ത ഭാഷയാണ്. ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, അതിന് വീണിട്ടുണ്ട്, ഉരുണ്ടിട്ടുണ്ട്, എണീറ്റിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, പലതും നേരിടും. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭാഷ പഠിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ജീവിക്കണമായിരുന്നു. ജീവിക്കാൻ വേണ്ടി ഭാഷ പഠിച്ച ആളാണ്. നിങ്ങളൊക്കെ മലയാളത്തിൻ്റെ മധുരത്തിലേക്ക് പെറ്റ് വീണ ആളുകളാണ്. ഞാൻ ഒരു ബിരിയാണി ചെമ്പിലേക്ക് എടുത്ത് ചാടും പോലെ ചാടിയ ആളാണ്. അതിൻ്റെതായ പൊള്ളലും മുറിവൊക്കെ എൻ്റെ ദേഹത്ത് ഉള്ളിലുണ്ട്. അത്ര എടുത്താൽ മതി അതിനെ. ശരി, സന്തോഷം. നമസ്കാരം. 60 ഉറക്കഗുളിക കഴിച്ചിട്ടും മരിക്കാതെ പോയ ഒരു എഴുത്തുകാരനെ ചിലപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയാവും ബാക്കി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ കിട്ടിയ ഒരു എഴുത്തുകാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഒന്ന്, ഒരു കയറ് ഗോവണിക്കുള്ളിൽ കയറി തലകുത്തി നിൽക്കുന്നതിൻ്റെ ചിത്രം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വിയർപ്പൊഴുക്കിയ അബ്ബാസിനൊക്കെ ഞങ്ങൾ വായിച്ചു. അവരെല്ലാവരും ആ അബ്ബാസ് സ്വാധീനിച്ചത് എനിക്ക് തോന്നുന്നു സാധാരണക്കാരായ ഒരുപാട് മനുഷ്യരെയാണ്. ഞാൻ കുറേ പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ലെങ്കിൽ പോലും വായിക്കുന്ന ഒരാളാണ്. അതിൽ എനിക്കിനോട് മുഹമ്മദ് അബ്ബാസിൻ്റെ പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞത് സാധാരണ പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല. ഞങ്ങളുടെ നാട്ടിലൊരു നിർമ്മാണ തൊഴിലാളിയാണ്. നീ ആ പുസ്തകം വായിച്ചിട്ടില്ലേ? ഞാനെന്തൊരു വായിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് അയാൾ കരുതിയോണ്ടാവാം നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ആ പുസ്തകം വായിച്ചത്. അപ്പോൾ അങ്ങനെ സാധാരണക്കാരായ, നേരത്തെ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ അവരെക്കുറിച്ചാണ്, പാമരരായ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് നിങ്ങളിങ്ങനെ വായതോരാതെ സംസാരിക്കുന്നത്. അവരെ പറ്റി അങ്ങനെ സാധാരണ എഴുത്തുകാരൊന്നും പറയാറില്ല. പക്ഷെ അവരെ സ്വാധീനിച്ചൊരു എഴുത്തുകാരൻ നിലയ്ക്ക് ആ വിഭാഗത്തിനിടയിൽ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം കേരളത്തിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സെക്കുലറിസം എന്ന് പറയുന്നൊരു സ്വഭാവത്തെ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ സ്വഭാവത്തെ നിലനിർത്താൻ ഇപ്പോൾ ഈ എഴുത്തുകാരൻ എന്ന നിലയ്ക്കുള്ള ഒരു വലിയ മധ്യവർഗ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അങ്ങേക്ക് വലിയൊരു ചരിത്രപരമായ ദൗത്യം ഈ മലയാള സമൂഹത്തിൽ ചെയ്യാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേവലം ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളത് വളരെ കൃത്യമായി ഭംഗിയായി അത് ചെയ്യുന്നു. ഈ പറഞ്ഞ എതിരാളികളുടെ വിദ്വേഷ പ്രസംഗങ്ങളും അല്ലെങ്കിൽ കമൻറ്റുകളൊക്കെ ഇടയിൽ എങ്കിൽ പോലും അതൊരു ഭയമില്ല, നിർഭയമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല, നിർഭയമായി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ഈ പറഞ്ഞ എഴുത്തുകൾ കൊണ്ട് മാത്രം നമുക്ക് ആ സ്വഭാവത്തെ സംരക്ഷിച്ച് നിർത്താൻ കഴിയുമോ? വലിയൊരു സ്വാധീന ശേഷിയുള്ള ഒരു സമൂഹത്തിനിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പുതിയ കാലത്തെ അല്ലെങ്കിൽ ഈ കാലത്തെ ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് നിങ്ങൾക്ക് ആ ദൗത്യം നിർവഹിക്കാൻ മറ്റെന്തെങ്കിലും കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നോക്കൂ, അത് മനോഹരമായിട്ട് നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതേതര പ്രസ്ഥാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മതവർഗീയതയ്ക്കെതിരെ അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനതിൻ്റെ പിന്നിൽ നിൽക്കുന്ന മനുഷ്യനാണ്, മുമ്പിലില്ല. പിന്നെ ഉറക്കഗുളിക ദൈവം രക്ഷിച്ചോ? ദൈവത്തിന് വേറെ പണി ഉണ്ടാവുന്നു, എന്നെ രക്ഷിക്കലല്ല പണി. അത് കഷ്ടകാലത്തിന് ഓട്ടോ അവിടെ വന്ന് നിന്നു ആ സമയത്ത്, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട. പിന്നെ ഒരു അക്കാദമിക് പണ്ഡിതൻ എന്നെ വായിച്ചു എന്ന് പറയുന്നേക്കാൾ നിർമ്മാണ തൊഴിലാളി നിങ്ങളോട് എന്നെ വായിച്ചു എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാനിപ്പോഴും അത്ര ജോലി എടുക്കുന്ന ആളാണ്. അവരാണ് സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ളത്, അവരാണ് ഈ സമൂഹം ഉണ്ടാക്കുന്നത്. റോഡ് പണിയുന്ന അവരാണ്, നിങ്ങളിരിക്കുന്ന കസേര ഉണ്ടാക്കുന്നവരാണ്. ബൃഹത്തേറ്റ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിട്ട വസ്ത്രങ്ങളെ നാളെ അവർ ചോദ്യം ചെയ്യുന്നു. അതുപോലെ എനിക്ക് കിട്ടുന്ന റോയൽറ്റിയെ ചോദ്യം ചെയ്യാൻ വരുന്ന തലമുറ പിന്നാലെ വരുന്നുണ്ട്. എഴുത്തുകാരേക്കാൾ രാഷ്ട്രീയക്കാർക്കാവും കുറേ കൂടി ക്രിയാതമായിട്ട് അക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുക. എഴുത്തുകാർക്ക് സ്വാധീനിക്കുന്ന കണക്കൊക്കെ ഉണ്ട്. എൻ്റെ പുസ്തകം 1000 കോപ്പി വിറ്റുപോയില്ലെങ്കിൽ 1000 പേര് അത് വായിച്ചോ, അതിൽ 500 പേരെ എന്തെങ്കിലും സ്പർശിക്കാൻ എനിക്ക് പറ്റുള്ളൂ. പിന്നെ കഴിയുന്നത്ര എഴുതാറുണ്ട്. എൻ്റെ മകളെ ചെവിയിൽ ഞാൻ ബാങ്കല്ല കൊടുത്തത്, മോളെ സ്വയം വേദനിക്കാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നിനക്ക് ജീവിക്കാൻ കഴിയട്ടെ. എഴുത്തുകാരെ കൊണ്ട് സാധിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ചുമ്മാ താടിയും മുടിയൊക്കെ വെച്ച് ജാട പറയുന്നതാണ്. രാഷ്ട്രീയക്കാരെ കൊണ്ട് പറ്റും, നിങ്ങളൊക്കെ പറ്റും. ഇത് നിങ്ങൾക്ക് എന്താ മോശം ചെയ്യുന്നതിന്? ഇത് എഴുത്തുകാരൻ്റെ പേരടിക്കേണ്ട ഒരു കാര്യമില്ല. ഓരോ പൗരൻ്റെയും അവകാശപ്പെട്ട കാര്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പച്ചപ്പ് വീണ്ടെടുക്കുക എന്നുള്ളത്. സമയം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സന്തോഷം. ബസ്ക, വിശപ്പ്, പ്രണയം, ഉന്മാദം ഇങ്ങനെയുള്ള വളരെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാളാണ് താങ്കൾ. അപ്പോഴും എഴുത്തും വായനയും ജീവവായു പോലെ കൊണ്ട് നടന്നിട്ടുള്ള ഒരാളാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള സങ്കീർണ അവസ്ഥയിലൂടെ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരും കടന്നു പോകുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് എങ്ങനെ വായനയും എഴുത്തും തിരിച്ചു പിടിക്കാം എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? നമുക്ക് വായനയെ പിടിച്ചു നിർത്താൻ വായിക്കുക തന്നെ വേണം. എനിക്ക് ഫോൺ വിളിച്ചിട്ടേ 1.5 മണിക്കൂറൊക്കെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? 1 മണിക്കൂറും 20 മിനിറ്റും. ഇത്രയും സമയം മതി ഒരു പുസ്തകം വായിക്കും. നരേന്ദ്രമോദിക്കും നമ്മുടെ മുഖ്യമന്ത്രിക്കും അബ്ബാസിനും നൗഫലിനും നിങ്ങൾക്കൊക്കെ 24 മണിക്കൂറേ ഉള്ളൂ. ആർക്കും അധികം സമയമില്ല. നിങ്ങളൊരു പാഷനായിട്ട് അല്ലാത്തൊരു ഭ്രാന്തായിട്ട് ഒരു ഇഷ്ടത്തെ എടുത്തിട്ടുണ്ട്, ചിത്രകലയോ വായനയോ എന്തോ ആവട്ടെ, നിങ്ങളതിന് സമയം കണ്ടെത്തും. അവിടെ ആരുടെ പ്രചോദനത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു വിളി വരാനുണ്ട്. അവിടെയാണ് ദൈവമുള്ളത്, പുറത്തൊന്നുമല്ലാതെ. ഉള്ളിൽ നിന്നൊരു വിളി വരാനുണ്ട്. വായനയായാലും ചിത്രകലയായാലും എന്തായാലും അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരും. ദിവസം ഒരു 10 മിനിറ്റെങ്കിലും വായനയ്ക്ക് മാറ്റി വെച്ചാൽ 20 ആക്കി എടുക്കാൻ പറ്റും. ഈ സാധനം ഉണ്ടല്ലോ മൊബൈൽ, അതങ്ങ് മാറ്റി വെച്ചാൽ മതി. എന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഞാനത് ഓഫാക്കി വെക്കല വായിക്കുമ്പോൾ. അതിൽ കൂടുതൽ എന്ത് നിർദ്ദേശം തരാനാണ് ഞാൻ നിങ്ങൾക്ക്? ആ സാധനം മാറ്റി വെക്കുക അല്ല. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക. എത്ര പേജ് വായിക്കാൻ പറ്റുന്നു അത്ര. അതങ്ങനെ മുന്നോട്ട് പൊക്കോളും. സമയം കഴിഞ്ഞിട്ടുണ്ടോളൂ. ഈ ആളുകൾ ഞങ്ങൾക്ക് വായിക്കാൻ സമയമില്ല, എഴുതാൻ ഒരുപാട് ഇഷ്ടമാണ്, എഴുതാൻ സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വെറുതെ മുഹമ്മദ് അബ്ബാസിനെ ഓർക്കും. അദ്ദേഹം എവിടെയൊക്കെ ഇരുന്നാണ് വായിച്ചതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹം വായിക്കുന്നത് എവിടെയൊക്കെ ഇരുന്നാണ്? പ്രാന്താശുപത്രിയിൽ കിടന്ന്, റബ്ബർ ടാപ്പിംഗ് കഴിഞ്ഞിട്ട് കുന്നിൻ മുകളിൽ കിടന്ന്, റാസൽ ഖൈമയിലെ പൊള്ളുന്ന മരുഭൂമിയിലിരുന്ന്, ഈ കർണാടകയിലെ പണി സ്ഥലത്തിരുന്ന്, വാടക വീടുകളുടെ ഏറ്റവും ഇടുങ്ങിയ ഇടങ്ങളിലിരുന്ന്, ചെറിയ ലൈബ്രറികളുടെ മഞ്ഞ വെളിച്ചത്തിൻ്റെ കീഴിലിരുന്ന്, എത്രയോ ഇടങ്ങളിലിരുന്ന്, ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാനാകാത്ത ഇടങ്ങളിലിരുന്ന് പുസ്തകം വായിച്ചതിൻ്റെ എത്രയോ ഇരട്ടിയുടെ ഇരട്ടി വേദനകൾ അനുഭവിച്ച് അതിൻ്റെ എത്രയോ മനോഹരമായി നമ്മളെ വേദനിപ്പിക്കും മട്ടിൽ പിന്നെയും പിന്നെയും എഴുതി ഇനിയും ഒരുപാട് മനുഷ്യരെ വേദനിപ്പിക്കാൻ, എഴുതി വേദനിപ്പിക്കാൻ, മുറിവേൽപ്പിക്കാൻ, അവരെ തലോടാൻ ഇനിയും ജീവിതാവസാനം വരെ കഴിയട്ടെ എന്ന് ഈ എല്ലാ വായനക്കാർക്കും വേണ്ടി ആശംസിച്ചുകൊണ്ട് ഈ സെക്ഷൻ അവസാനിപ്പിക്കുക. നോക്കൂ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളെ സമയമാണ്, വിലപ്പെട്ട സമയം എന്നെ നൗഫലിനെയും കേട്ടിരിക്കാൻ നിങ്ങൾ ഉപയോഗിച്ചതിൽ ഒത്തിരി നന്ദി, സന്തോഷം.